ലോകത്തിനെ അറിയിച്ചത് ഹബീബായ നബി അല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ റസൂലുള്ളാഹിനെ അറിഞ്ഞാലേ അവന് അള്ളാഹിൻ്റെ കലാം അറിയുള്ളൂ. ഒരാൾ റസൂലുള്ളാഹിനെ അറിഞ്ഞവൻ അള്ളാഹുവിനെ അറിഞ്ഞു. അള്ളാഹുവിലേക്ക് ഒരാൾക്ക് ഒറ്റക്ക് എത്തിച്ചേരാൻ കഴിയൂല. നബിയിലേക്ക് ചേർന്നവനാണ് അള്ളാഹുവിലേക്ക് എത്തുക. നബിയെ പറ്റി പറഞ്ഞവനാണ് അള്ളാഹുവിനെ പറ്റി പറയുക. ആ പറച്ചിന് മാത്രമേ അള്ളാഹു തആല കബൂലാക്കുള്ളൂ. പറയാൻ ആർക്കും പറയാം. അള്ളാഹു റസൂലിനെ പറയാതെ ഒരാൾ അള്ളാഹിനെ പറഞ്ഞാൽ അള്ളാഹു അത് കബൂലാക്കും. അപ്പൊ എന്ത് പറ്റിപ്പോയി എന്ന് എനിക്കറിയില്ല, ഒരാൾ എന്നോടത് പറയാറില്ല. അങ്ങനെ അതങ്ങനെ മരിച്ചു കിടക്കുന്നു. ഇവിടെ 2 പോയിന്റാണ് പറഞ്ഞു വെച്ചത്. എന്താ 2 പോയിന്റ്? ഒന്ന് വൈദാ ഖീല ലഹും മുത്തഖൂ മാ ബൈന ഐദീകും, 1. 2 വൈദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖക്കും. 1, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കൂല. 2, നിങ്ങളെ കയ്യിലുള്ളതിൽ നിന്ന് നിങ്ങൾ ജനങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞാൽ അവർ നൽകുകയുമില്ല. എന്താണ് കാരണം? എന്താണ് അടിസ്ഥാന കാരണം? അവർ സൂക്ഷിക്കുകയുമില്ല, അവരാകട്ടെ നൽകുകയുമില്ല. എന്താ കാരണം? കാരണം മനുഷ്യന്റെ മനസ്സ് അള്ളാഹുവിനെ ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന് അടിസ്ഥാന കാരണം. മനുഷ്യൻ ഈ ലോകത്തെ ജീവിതത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കണില്ല. ഇപ്പൊ പറഞ്ഞ അവസ്ഥ കാഫറിനെ പറ്റി പറഞ്ഞതാണെങ്കിലും ഇത് അങ്ങനെ മുസ്ലിമിലും ഭവിക്കും. അതായത് കേവലം ബാപ്പ മുസ്ലിം ആയതുകൊണ്ട് ഇവൻ മുസ്ലിമാവും, എന്നാലാകട്ടെ സൂക്ഷിക്കേണ്ടത് ഇവൻ സൂക്ഷിക്കില്ല, കൊടുക്കേണ്ടത് ഇവൻ കൊടുക്കില്ല. എന്താ കാരണം? കാരണം ബാപ്പ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായി എന്നല്ലാതെ ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് മനുഷ്യനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഈ ലോകത്തെ എല്ലാ നന്മയുടെയും മാനദണ്ഡം ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ചിന്തിക്കലാണ്. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ തൊടിച്ചവൻ തിരിഞ്ഞു കളയുന്നു? എന്താ കാരണം? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ തൊട്ട് അവൻ തിരിഞ്ഞു കളയാനുള്ള കാരണം അതിന് അവനൊരു ആവശ്യമില്ല. മനസ്സിലായില്ല? അതിലവന് ആവശ്യമില്ല. മനുഷ്യന് അവന് ഉപകാരമുള്ളത് മാത്രമേ അവൻ ചിന്തിക്കുള്ളൂ. മനസ്സിലായില്ല? നിങ്ങളെ വീട്ടിൽ ഒരു സോഫ സെറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങള് വീട്ടിൽ കയറി വരുന്നത് വലിയ കുഴങ്ങിയിട്ട് കയറി വരികയാണെങ്കിൽ നിങ്ങളെ ചിന്തയിൽ വേഗം വരിക അവിടെ അതിലൊന്ന് ഇരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങളെ അപ്പം ഭാര്യ എന്തോ ഒരു ജ്യൂസും കൊണ്ട് വന്ന് വെള്ളം കൊണ്ട് വന്ന് അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന്. ഈ സോഫ സെറ്റ് പഴയതായി, പൊളിഞ്ഞ് നാശായി. പിന്നെ നിങ്ങൾ ഗേറ്റ് കടന്ന് വരുന്ന വഴിയിൽ എവിടെയുള്ള ഒരു സൈഡിൽ ഒരു തെങ്ങിന്റെ ചോട്ടിലേക്ക് അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പുതിയ സോഫ സെറ്റ് വാങ്ങി, നിങ്ങൾ അതിലിരിക്കണം. അത് സത്യത്തിൽ പഴയ സോഫ സെറ്റിനെ കടന്ന് നിങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അതിന് നിങ്ങൾ കാണൂല. എന്തുകൊണ്ട്? അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഉപകാരമല്ല. അതുകൊണ്ട് നമ്മൾ കാണും. അത് നമ്മൾ കാണുന്നൊരു സമയമുണ്ട്. അതെന്താ? പഴയ ഇരുമ്പെടുക്കുന്ന ഒരാൾ വന്ന് മനസ്സിലായില്ല? എടാ തലച്ചോറ് എന്ന് പറഞ്ഞാലെടാ മുണങ്ങാന് ഇവിടെ ഒരു തോട്ടം ഉണ്ടായതുകൊണ്ട് മാത്രം പടച്ചോന്റെ അടുത്ത് എത്താൻ കഴിയൂല. ഈ കാണുന്ന സാധനങ്ങളൊക്കെ ചിന്തിക്കണം. എല്ലാം മനുഷ്യൻ ചിന്തിക്കണം. മനുഷ്യന് അള്ളാഹു ബുദ്ധി തുറന്നു തരണം, അപ്പോഴവൻ നന്നാവും. ആ ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ചിന്തിക്കൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഞാൻ അതേ സമയത്ത് 2 അവസ്ഥ ഇപ്പൊ അവിടെ കാണിച്ചു തന്നെ. ഒന്ന്, ഈ പഴയ നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നിങ്ങൾ കുഴങ്ങി വരികയാണ്. ആ കുഴങ്ങി വരുന്ന സമയത്ത് വാതിലാണ് തുറന്നാൽ നിങ്ങൾ ആ സെറ്റിൽ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ചിന്ത. അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഗേറ്റും കടന്ന് ആ പഴയ സോഫ സെറ്റ് ഒഴിവാക്കിയിട്ടതും കടന്ന് നിങ്ങൾ വരുന്നുണ്ട്, പക്ഷെ നിങ്ങളെ കണ്ണിൽ അയാള് അപ്പോ ആ സാധനം ഇല്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമില്ല. പിന്നെ അതിന് ഉപകാരങ്ങൾക്ക് വരും, അതിലേക്ക് നിങ്ങൾക്ക് ചിന്ത വരും. എപ്പോൾ? പഴയ ഇരുമ്പെടുക്കുന്ന ആൾ വന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ കുട്ടികളെ? മനുഷ്യന്റെ ഉപകാരാണ് മനുഷ്യന്റെ ചിന്തയുടെ ആധാരം. ഇനി നിങ്ങളെ ചിന്ത ലേശം നീട്ടിക്കളി.
മനുഷ്യന്റെ ഉപകാരമാണ് മനുഷ്യന്റെ ചിന്തയുടെ ആധാരം. എല്ലാ ചിന്തയും ഉപകാരത്തെ ബേസ് ചെയ്തുണ്ടാവുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായാലും എല്ലാ ചിന്തയും ഉപകാരത്തെ ബേസ് ചെയ്താണ് ഉണ്ടാവുക. ചിന്തകളൊക്കെ ഉപകാരത്തെ ബേസ് ചെയ്താണ് വരിക. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇല സ്സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഹത്. നിങ്ങൾ പർവ്വതത്തിലേക്ക്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഒട്ടകത്തിന്റെ വഴി നമ്മൾ കടന്നു പോകും, പക്ഷെ ഒട്ടകത്തെ ചിന്തിക്കൂല. എന്തുകൊണ്ട്? എന്നാ ചിന്തിക്കൂല. ഒട്ടകം ഒരു ഉദാഹരണമാണ്. കഴുതാന്ന് ആ സ്ഥാനത്തേക്ക് കയറ്റി വെക്കാം. കാരണം ഒരു കാലത്ത് മനുഷ്യനെ വഹിച്ചുകൊണ്ടിരുന്ന ഒട്ടകവും പോലെയായിരുന്നു എന്തും കഴുത. നിങ്ങൾ കൊണ്ടോട്ടി വഴിക്ക് വരുമ്പോഴൊക്കെ കൊണ്ടോട്ടിയിലൊക്കെ ഇതേപോലെ ഈ കഴുതകളുണ്ട് സൈഡിലൊക്കെ. ഞാൻ പഴയ കാലത്ത് കണ്ടിരുന്ന കൊണ്ടോട്ടി ഓതിന കാലത്ത് എപ്പോഴും ഉണ്ടാവും റോഡ് സൈഡിലൊക്കെ. പഴയ കാലത്ത് ആ തങ്ങളെ മക്കാമിൻ്റെ അവിടെ പോണോടത്തൊക്കെ കഴുതനെ കാണുന്നുണ്ട്. നമ്മളതിനെപ്പറ്റി ചിന്തിക്കൂല. ഇപ്പോൾ അങ്ങനെ കഴുതുള്ള വിവരം നമ്മൾ അറിയില്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് നമുക്ക് ഉപകാരമില്ല. ഇപ്പൊ നമ്മൾ കാണാം യമഹ, ബുള്ളറ്റ്, പിന്നെ എന്താ പറയാ, പൾസർ, ഹീറ ഹോണ്ട, ഹീറല്ലാത്ത ഹോണ്ട, ഇങ്ങനെയുള്ള സംഗതികളാണ് ഇപ്പോ. അവിടെയാണ് നമ്മളെ കാര്യം. പിന്നെ ഇതിലൊന്നും ഇല്ലാത്ത ഒരാള്, ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത എന്നെ പോലത്തെ ഒരാള്, നമുക്ക് ഹീറയില്ല, ഹീറല്ലായ്മയില്ല, മനസ്സിലായില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവർ വരുന്നുണ്ടോ എന്ന് മാത്രമേ നോട്ടുള്ളൂ. എന്നാ പോവുക, അല്ലെങ്കിൽ ബസ് കയറി പോവുക, അത്രയും അയ്യുള്ളൂ. അല്ലാതെ എന്തില്ല. ഈ ദുനിയാവാകെ തലയിൽ കയറിയ സമയത്ത് ഇനി വട്ടും കൂടി തിരിച്ചിട്ട് ഉള്ളതും കൂടി തടി കേടാക്കണ്ട എന്നുള്ള വിചാരത്തിൽ അങ്ങനത്തെ ഒരു സംഗതി നമ്മൾ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. രണ്ടാമത്തെ വൈലൽ ജിബാലി കൈഫ നുസിബത്ത്. നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കണില്ലേ എന്ന്. പർവ്വതത്തിന്റെ വൈപ്പൊക്കെ നമ്മൾ വരുന്നുണ്ട്, നമ്മൾ നോക്കണില്ല. നമ്മൾ നോക്കും. നമ്മളെ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണെങ്കിൽ നോക്കും. മനസ്സിലായില്ല. വൈനല്ലാതെ കൈഫ സുത്തിഹത്ത്. പരന്ന ഭൂമികളിലേക്ക് നിങ്ങൾ നോക്കണില്ലേ എന്നാണ്. പരന്ന ഭൂമി 2 ഏക്കർ കണ്ടാൽ നമ്മൾ നോക്കൂല. നമ്മൾ നോക്കും. 2 ഏക്കർ പരന്ന ഭൂമി കണ്ടാൽ നമ്മൾ നോക്കൽ എങ്ങനെയെന്നറിയോ? ഇതിനെ ചുറ്റുള്ള റോഡിന് എത്ര ദൂരമുണ്ട്, നേരെ ലെവൽ ക്രോസിന് പിടിച്ചാൽ നേരെ കടക്കാം. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും. അല്ലാതെ നമുക്ക് ചിന്ത വരില്ല. പിന്നെ ചിന്ത വരും എപ്പോ? നമ്മൾ റിയൽ എസ്റ്റേറ്റുകാരനാണെങ്കിൽ അപ്പുറത്തിപ്പുറത്ത് ഒരു 4 റോഡ് വെട്ടി ഒരു 40 സെന്റ് 8-6 സെന്റ് മുറിച്ചു കൊടുത്താൽ തൽക്കാലം ഇപ്പം കുറച്ച് ശീതത്തിലാണെങ്കിലും 1.5 കൊല്ലം കഴിഞ്ഞാൽ സാധനം ഇളകുമ്പോ നമുക്ക് സൈസാക്കാലോ എന്ന് വിചാരിച്ച് അവിടെ നമ്മളെ ചിന്ത വരും. വൈലൽ അർളി കൈഫ സുത്തിഹത്. കാരണം അത് മനുഷ്യന്റെ ഉപകാരം. മനുഷ്യൻ എവിടെയും ചിന്തിക്കുക അവന്റെ ഉപകാരം എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ്. അവിടെ ചിന്ത നീട്ടേണ്ടി വരും. എന്താണ് ചിന്ത നീട്ടുക? അല്ലാതെ മനുഷ്യൻ നന്നാവൂല, മനുഷ്യൻ കൊടുക്കൂല. കൊടുക്കണമെന്ന് ഉറപ്പില്ല. മനസ്സിലായ? കൊടുക്കുന്നവൻ കൊടുക്കുമെന്ന് ഉറപ്പില്ല. നായര് വലിയ കൊടുക്കണം നായരാന്ന് കേട്ടു. അന്ന് ചെന്നപ്പോ നായർ കൊടുത്തില്ല. ഇതിൽ പിന്നെ ഒന്നും പറയാൻ പറ്റൂല. നായരോട് സ്വർഗം നൽകും പറഞ്ഞിട്ട് കാര്യമല്ല. ആദ്യം ലായിലാല പറഞ്ഞു. പറഞ്ഞത് മനസ്സിലായില്ല. അപ്പൊ നായര് കൊടുത്തതോ അതിന് ഊക്കിലുള്ള കൊടുക്കല. ചിലപ്പോ കൊടുക്കും, ചിലപ്പോ കൊടുക്കൂല. കാരണം എന്തുകൊണ്ട്? അയാളെ ചിന്ത ഈ ലോകത്തിനപ്പുറത്തേക്ക് നീണ്ടിട്ടില്ല. അത് പറഞ്ഞത് മനസ്സിലായില്ലേ? പിന്നെ മൂപ്പര് കൊടുക്കും. ആ വാർഡിൽ മൂപ്പര് ആ കൊല്ലം മത്സരിക്കാൻ മെനക്കെട്ടുന്നുണ്ടെങ്കിൽ കൊടുക്കും. അതും തൽക്കാലം 2 കൊല്ലത്തിലേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നീട്ടി പറഞ്ഞാൽ ആ ഊക്കോട്ട് കുറയും ചെയ്യും. ഇത് ചിലപ്പോൾ മമ്മദിനും കുറയും, അവറാനും കുറയും, ബീരാനും കുറയും, രാഘവൻ നായരെ കുറച്ചില്ല. എന്തുകൊണ്ട്? രാഘവൻ നായരെ ചിന്തയിൽ ഈ ലോകത്തിനപ്പുറം ഇല്ലാത്തതുപോലെ ബീരാന്റെ ചിന്തയും ചിലപ്പോൾ ഈ ലോകത്തിനപ്പുറം ഉണ്ടാവില്ല. അങ്ങനെ അല്ല. അത് ബോർഡാണ്. ഒന്ന് ശരിക്കും ഇവിടെ ഒന്നും കൂടി കണ്ടോട്ടെ. ശരിക്കും ഒന്ന് ശരിക്കും നോക്കിക്കളി. പിന്നെ ഞങ്ങളെ നോക്കി ബുദ്ധിമുട്ടാണ്ട. ഒരു വട്ടം ശരിക്കും നോക്കിക്കളി. എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ? അത് ഇവിടെ 2 ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. 2 കാര്യം. ഇദാ ഖീല ലഹും മുത്തഖുമാ മാ ബൈന അയ്ദീകുമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ വമാ തഅതീഹിം മിൻ ആയത്തി മിൻ ആയാത്തി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ വഇദാ ഖീല ലഹും അൻഫിഖൂ. അവിടെ 2 കാര്യം പറഞ്ഞത്.
സൂക്ഷിക്കുന്ന പറഞ്ഞാൽ ഇവർ സൂക്ഷിക്കൂല, കരുണ ചെയ്യുന്ന പറഞ്ഞാൽ ഇവർ കരുണ ചെയ്യൂല. എന്തുകൊണ്ട്? അതായത് അപ്പൊ ഇവിടെ വിഷയങ്ങളുടെ മൊത്തം ബേസ് പരലോകത്തിലുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണ് വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്ന് ഖുർആൻ ആദ്യം തന്നെ ജാമ്യം എടുത്തിട്ടുള്ളത്. ഖുർആന്റെ ആദ്യത്തെ ജാമ്യ വാക്കുകൾ 5 വാക്കുകളാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഒന്നാമതായി ഈ ഖുർആനിൽ സംശയമില്ലാതെ ഉറപ്പിക്കണം. പിന്നെ എന്നാലും ഇനിയിപ്പോ ഇതിൽ പിന്നെ വർത്താനം പറഞ്ഞ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഓരോ ആയത്തിൽ തോന്നുമ്പോഴും ഇത് നേരാണോ എന്ന് നോക്കും അമ്മതേന്ന് പറഞ്ഞു വരും. ഉസ്താദ് ഈ ആയത്ത് ശരിയാണോ നോക്കാം. പിന്നെ അവന് ഇതിന്റെ ഉള്ളിൽ ചിന്തിക്കാൻ കഴിയൂല. മനസ്സിലായില്ല? ഇതിന്റെ ഉള്ളിൽ ചിന്തിക്കാൻ കഴിയില്ല. ആദ്യത്തിന് എന്തോ ഉറപ്പിക്കണം. നീ പറഞ്ഞത് മുഴുവനും ആ സത്യമാണ്, ഇതിൽ കളവും സംശയവും ഇല്ലാന്ന് ഉറപ്പിച്ചാലേ ഇതിലേക്ക് പ്രവേശിക്കൽ കിടക്കുള്ളൂ. 2 അവൻ 2ാം ഘട്ടത്തിൽ പ്രവേശിച്ചു. പിന്നെ 2 അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി അദൃശ്യ കാര്യങ്ങളിലും വിശ്വസിക്കണം. പിന്നെ ചെയ്യേണ്ട കർമ്മങ്ങൾ നിലനിർത്തണം. വമിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ ഉള്ളതുപോലെ കൊടുക്കണം. പിന്നെ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസിലകുമാ ഉൻസിലക മിൻ ഖബ്ലിക നീ മാത്രമല്ല നിനക്കും അനവധി സമൂഹങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും ആ സമൂഹങ്ങളിലെല്ലാം സത്യവേദവും വേദപ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്നും നീ വിശ്വസിക്കണം. എന്തുകൊണ്ട്? ഒരു ഏണിപ്പടിയുടെ 40ാമത്തെ പടിയിൽ കയറി നിൽക്കുന്ന ആൾ 39 പടി കടന്നാലേ 40ാമത്തെ പടിയിൽ എത്തുള്ളൂ. അല്ലാതെ 40ാമത്തെ പടിയിൽ ഒറ്റക്ക് എത്തൂല. മുഹമ്മദ് നബി എന്ന് പറഞ്ഞ മനുഷ്യൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരു ദിവസം പൊട്ടിമുളച്ചല്ല. ഇതിന്റെ പിന്നിൽ ആയിരക്കണക്കായ വർഷങ്ങളും ആ നൂറുകണക്കായ ജനതകളിലും അവർ ലക്ഷക്കണക്കായ പ്രവാചകന്മാരും സത്യപ്രബോധനവും നേരിന് വേണ്ടിയുള്ള സമരങ്ങളും സംഘടനകളും അതിനുവേണ്ടിയുള്ള സമർപ്പണങ്ങളും എല്ലാം കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നും അവൻ ചരിത്രത്തെയും അവൻ ഉൾക്കൊള്ളണം. പിന്നെ വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ ആഖിറത്തിനെ ഉറപ്പിക്കണം. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം അപ്പോഴേ ഹിദായത്ത് ഉണ്ടാവുള്ളൂ. ആഖിറത്തിൽ ഉറപ്പിക്കാത്തത് കൊണ്ടാണ് ഇവൻ സൂക്ഷിക്കാത്തതും കൊടുക്കേണ്ടത്. 2 പോയിന്റ് ഉള്ളത്. സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ പിന്നെ മാനമര്യാദക്കൊക്കെ കൊടുത്താലും മതിയാവും. സൂക്ഷിക്കണത് കുറച്ച് കമ്മി ഉണ്ടെങ്കിൽ കൊടുക്കണ കുറച്ച് കൂടും വേണ്ടി വരും. ഏതായാലും കൊടുത്തി അത്യാവശ്യം. അതും ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയില്ല. അതായത് സൂക്ഷിക്കലിൽ 2 സൂക്ഷിക്കലുണ്ട്. ഒന്ന് വൈദാ ഖീല ലഹും മുത്തഖൂ എന്ന് പറഞ്ഞ ആ സൂക്ഷിക്കൽ, അതായത് ചെയ്യേണ്ടതെല്ലാം ചെയ്യുക, പിന്നെ ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കുക. അപ്പൊ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞിടത്ത് നിർബന്ധമായ കൊടുക്കൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതോ നിർബന്ധമല്ലാത്തൊരു കൊടുതിയുണ്ട്. എന്തുകൊണ്ട്? അവിടെ വിഷയം കുറച്ച് ഗൗരവമാണെന്ന് മനസ്സിലാവുമ്പോൾ മനസ്സിലായില്ല. അവിടെ വിഷയം കുറച്ച് ഗൗരവമാണ്. ഇവിടെ കൊടുത്താല് കരുണ കൊണ്ട് രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കിയാൽ അവൻ പരമാവധി കൊടുക്കാൻ തയ്യാറാവും. കാരണം എന്തുകൊണ്ട്? 2 കാര്യമാണ് ഉള്ളൂ. ഒന്ന് പരമാവധി അള്ളാനെ സൂക്ഷിക്കണം. പിന്നെ സൂക്ഷിക്കലൊക്കെ ചിലപ്പോൾ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് കമ്മി വരാം. എന്നാൽ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് നമ്മളെപ്പോലത്തെ ആളുകൾ നമുക്ക് അത്യാവശ്യം ആവറേജ് ഉണ്ട് എന്നല്ലാതെ അതിനപ്പുറം സൂക്ഷ്മത നമുക്ക് ഉണ്ടാവും. നമുക്ക് അതിനപ്പുറം സൂക്ഷ്മത ഉണ്ടോ? ഇല്ലല്ലോ. അബൂ ഹനീഫയുടെ നാട്ടില് ഒരു ആട് കളവ് പോയതിനു ശേഷം 20 കൊല്ലം അബൂ ഹനീഫ ആട്ടിറച്ചി തിന്നില്ല. എന്തേ? ഒരാട് ആ നാട്ടിൽ കളവ് പോയപ്പോൾ അബൂ ഹനീഫ പഠിച്ചു ഒരാടിന്റെ ശരാശരി വയസ്സ് എത്രയാണ്. അപ്പോൾ 20 വയസ്സ് കൊല്ലം വരെ ഒരാട് അർത്ഥത്തില്ലെങ്കിലും ജീവിക്കാം, പിന്നെ മരിച്ചു എന്ന് പഠിച്ചു. അപ്പോൾ അബൂ ഹനീഫ മനസ്സിലാക്കി ഈ ആടിനെ വയസ്സ് കണക്കാക്കിയിട്ട് ഏകദേശം അതും കൂടി കണക്കാക്കിയ ഒരു 20 കൊല്ലം അബൂ ഹനീഫ ആട്ടിറച്ചി കഴിച്ചില്ല. എന്തുകൊണ്ട് ആട്ടിറച്ചി വെച്ചില്ല? അതായത് എന്താ പ്രശ്നം എന്നറിയോ? അറിയാതെ അതില് കള്ള മുതലിൽ ബൈഅ് നടക്കൂല. അപ്പൊ ഇപ്പൊ കാലിക്ക ഇവിടുന്നായാലെന്താ ഞാൻ പൈസ കൊടുത്ത് വാങ്ങല്ലേ, അത് നടക്കൂല. എന്തുകൊണ്ട്? കള്ള മുതലിൽ എന്ത് നടക്കൂല? കച്ചവടം നടക്കൂല. അതായത് ആടിനെ ആരെങ്കിലും കട്ടുകൊണ്ട് വന്നിട്ട് അങ്ങാടിയിൽ അറുത്ത് വിറ്റതാണെങ്കിൽ അപ്പൊ ഞാനിപ്പോ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയാലും അതിൽ എന്ത് നടക്കൂല? കച്ചവടം നടക്കൂല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്വർണ്ണ ഉരുപ്പടി കൊണ്ടുവന്നിട്ട് ഒരു ജ്വല്ലറിക്കാരന് വിറ്റു എന്ന് സങ്കല്പിക്കൂ.
പോലീസ് അത് കണ്ടെടുത്താൽ സ്വർണ്ണ ഉൾപ്പെടെ എടുക്കും, 2 ചെള്ളക്കടിയുണ്ട്. ഞാൻ അത് പൈസ കൊടുത്ത് വാങ്ങിയതാ പറയാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടാ? നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന്? അല്ല, നിങ്ങൾ സ്ഥലത്തുണ്ടാ? നിങ്ങൾ സ്ഥലത്തുണ്ടോന്ന്? നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന്? നിങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ട്? കാരണം ഒരു വസ്തു ഹലാലായ വസ്തു ആയാലേ കൊണ്ടുവരുന്നവന് മിൽക്കോ തസറഫിന് അധികാരം ഉണ്ടെങ്കിലേ ബൈഅ നടക്കുള്ളൂ, കച്ചവടം നടക്കുള്ളൂ. ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ തസറഫിന് അധികാരം ഉണ്ടാകും. തസറഫ് വിൽറ്റ് വാങ്ങാനുള്ള അധികാരം അതുണ്ടെങ്കിൽ അതിൽ എന്ത് നടക്കുള്ളൂ? കച്ചവടം. കട്ടുകൊണ്ടുവന്ന ആടിനെ അറവുകാരൻ അറുത്ത് വിറ്റാൽ അതിൽ വാങ്ങുന്ന അപ്പൊ സ്വന്തം പണം കൊടുക്കുന്നതിന് പുറമെ ആര് വാങ്ങും? കള്ളനും കുറ്റക്കാരനും. അപ്പൊ അത് ഏതാണ് ആട് എന്ന് കണ്ടുപിടിക്കാൻ നമുക്കോട്ട് കഴിയൂല. അപ്പൊ പിന്നെ ആട്ടിറച്ചി ഒഴിവാക്കിയാൽ മതിയല്ലോ. ഏകദേശം 10-20 കൊല്ലത്തോളം ആട്ടിറച്ചി ഒന്നുമില്ല. ഇതിനാണ് സൂക്ഷ്മത പറയാം. നിങ്ങൾ എന്തുണ്ടാവും? നിങ്ങൾ ഇന്നത്തെ തിന്ന ചിക്കനെ പറ്റി പറയും, നിങ്ങൾ സൂക്ഷ്മത പറയണ്ടല്ലോ. നമ്മൾ എന്ത് സൂക്ഷ്മതയാണ്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആ സൂക്ഷ്മതക്ക് നമുക്ക് കഴിയോ? പറയും മനുഷ്യന്മാരെ, നമുക്ക് കഴിയോ? കഴിയൂല. അതിനാണ് സൂക്ഷ്മത എന്ന് പറയാം. കഴിയൂല. ആ സൂക്ഷ്മതക്ക് നമുക്ക് കഴിയൂല. അതാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മത. അതാണ് ആ സൂക്ഷ്മതക്ക് നമുക്ക് കഴിയൂല. അപ്പൊ പിന്നെ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് പിന്നൊരു വകുപ്പേ ഉള്ളൂ. എന്ത്? കൊടുക്കൽ. കൊടുക്കലിനൊരു സുഗന്ധ എന്തെന്നറിയോ? അൽ ഖൽഖു ഇയാലുല്ലാഹി അൻഫഉഹും അഹബ്ബുഹും ഇലൈഹി അൻഫഉഹും ഇലാ ഇയാലിഹി. സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ കുടുംബമാണ്. ഈ മൊത്തം സൃഷ്ടികളും അള്ളാഹിന്റെ ഒരു കുടുംബമാണ്. അപ്പൊ അള്ളാഹിന്റെ കുടുംബത്തിന് ഉപകാരം ചെയ്യാൻ ചെയ്ത വ്യക്തിയോട് അള്ളാഹു ഒരു സ്നേഹം ഉണ്ടാവും. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്തെങ്കിലും ഉപകാരം ചെയ്ത് തന്റെ അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം അള്ളാഹിന്റെ ഒരു കുടുംബമാണ്. അപ്പൊ അവരോട് എന്തെങ്കിലും കൊടുത്ത് നമ്മൾ സഹകരിച്ചാൽ അവരോട് അള്ളാഹുവിന് സ്നേഹം ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം ഇവർക്ക് ചെലവഴിച്ചെങ്കിലും രക്ഷപ്പെടാമെന്നും ഇവൻ ചിന്തിക്കും. അപ്പോഴും അവൻ കൊടുക്കും. അപ്പൊ എന്താണെങ്കിലും രണ്ടായാലും ഇവന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? പരലോകം. ഈ പരലോകം എന്ന ചിന്ത ഇല്ലാത്ത കാലത്തോളം ഒരു സൂക്ഷ്മതയും ഒരു ഇൻഫാഖും നിലനിർത്താൻ സാധ്യമല്ല. എല്ലാ നന്മയുടെയും അടിസ്ഥാനം പരലോകമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ 2 പോയിന്റ് മേലാണ് ഞാൻ നിന്ന് സംസാരിച്ചത്. ഒന്ന്, സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിക്കുക, കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക. ഇത് രണ്ടിനും ഒരാൾക്ക് എന്ത് വേണം? പരലോക വിശ്വാസമാണ്. പരലോക വിശ്വാസം ഇല്ലാത്തത് നടക്കൂല. ഇനി അടുത്ത ആയത്ത് ഒയക്കൂലിന് മത ഹാദൽ വാഴു. നിങ്ങൾ ഈ പറയുന്ന ഖിയാമത്ത് നാൾ എന്നാണെന്നാണ് ഇവർ കൈമലർത്തി ചോദിക്കുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഖിയാമത്ത് നാൾ എന്നൊരു സംഗതി ഇല്ല. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ വേണമെങ്കിൽ അവന്റെ 10 വാപ്പാന്റെ കാലത്ത് മുമ്പുള്ള ആധാരം കൊണ്ടുതരും. നമ്മൾ 1000 കൊല്ലമായിട്ട് ഇവിടെ വല്ലോ അപ്പ ഇവിടെ പാർത്തിട്ട് ഖിയാമത്ത് നാൾ ഇവിടെ ഉണ്ടായിട്ടില്ല. എങ്ങനെ പറയും? അങ്ങനെയാണെങ്കിൽ ആ ഖിയാമത്ത് നാൾ എവിടെയാണ്, എന്നാണ്, എന്ന് വരെ എത്ര കാലമായി പറ്റി പറയണോ? വന്നോ? ഇല്ലല്ലോ. അപ്പൊ ഇതിന് ഈ 2 ഇത്തക്കോ എന്ന് പറയുമ്പോഴും ഇത്തക്കോന്നും അംഫിയക്കോന്നും പറയുമ്പോഴും ഇതവൻ ഉൾക്കൊള്ളാതിരിക്കാനുള്ള കാരണം അടിസ്ഥാനപരമായി എന്താണ്? പരലോക വിശ്വാസം എന്നത് അവന്റെ ഉള്ളിൽ ഇല്ല. അത് ഉണ്ടാകുമ്പോഴേ എല്ലാം ഉണ്ടാവുള്ളൂ. അതൊരു വ്യക്തിയിൽ ഉണ്ടാവുന്നതിനനുസരിച്ച് അവനിൽ ഇൻഫാഖ് വർദ്ധിക്കും. അവൻ എന്തും കൊടുക്കാൻ തയ്യാറാവും. പരലോകം എന്നത് ഏറ്റവും കൂടുതലുള്ള ആളാണ് സയ്യിദുനാ സിദ്ദീഖ്. വീട്ടിലുള്ളതൊക്കെ സിദ്ദീഖിന് കൊടുത്ത്. അതുകൊണ്ടാണ് ഷഹീദിന്റെ മേലെ സിദ്ദീഖ് ആയത്. ഷഹീദിനേക്കാൾ വലിയ പദവിയാണ് ആർക്ക്? സിദ്ദീഖിന്. നിന്റെ വീട്ടിൽ എന്ത് ബാക്കിയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് പറഞ്ഞു, അബ്ഖൈതുല്ലാഹു വറസൂലഹു, ഇപ്പോൾ എന്റെ വീട്ടിൽ അള്ളാഹും റസൂലും അല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല, എല്ലാം ഞാൻ ദാനം ചെയ്തിട്ടുണ്ട് എന്ന് സിദ്ദീഖ് പറഞ്ഞു. കാരണം പരലോകത്തിൽ ഏറ്റവും ഉറപ്പും വിശ്വാസമുള്ള ആളാണ് ആര്? സിദ്ദീഖ്. അപ്പൊ ഇവിടെയാണ് കാര്യത്തിന്റെ മുഴുവനും മർമ്മം. ഈ പരലോക ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അതിനാണ് അടിക്കടി ഖുർആൻ ഇതിങ്ങനെ ഉള്ളത്. ഖുർആൻ സത്യത്തില് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തി പറയുകയും
ആഗ്രഹിപ്പിച്ച് പറയുകയാണ് ചെയ്തത്. ഖുർആൻ ഇങ്ങോട്ട് നോക്ക്. ഖുർആൻ അതായത് നിസ്കാരം എന്നത് ചെയ്യേണ്ട ഒരു അമലാണല്ലോ. പക്ഷെ നിസ്കാരത്തെക്കാൾ എത്രയോ 10 മടങ്ങ് ഇരട്ടി ആയത്തുകളുണ്ട് നരകത്തെ പറ്റി. 10 മടങ്ങല്ല, 100 കണക്കിന് ഇരട്ടി ആയത്തുകൾ എന്നെ കുറിച്ചാണ്, നിസ്കാരത്തെ കുറിച്ചുള്ള ആയത്ത് കുറവാ. എന്നാൽ ഇരട്ടിക്കിരട്ടി ആയത്ത് എന്തിനെ പറ്റിയാ? നരകത്തെ പറ്റി. കാരണം നിസ്കാരം ഒരിക്കൽ പറഞ്ഞാൽ മതി, പേടി ഉണ്ടെങ്കിൽ അവനത് നടപ്പിലാക്കും. പറഞ്ഞ കാര്യങ്ങൾ ഒരു തവണ പറഞ്ഞാൽ മതി. ജുമായെ പറ്റി ഖുർആൻ ആകെ മാഷിട്ട് തരഞ്ഞാൽ ഒരായത്തേ ഉള്ളൂ. എന്തോ പറഞ്ഞോ? എന്താ ഞാൻ പറഞ്ഞ? എന്താ മനുഷ്യന്മാര് പറഞ്ഞത്? എന്തേ മനുഷ്യന്മാര് പറഞ്ഞത്? ഖുർആൻ ആകെ നിങ്ങൾ കണ്ണട വെച്ച് ഭൂതക്കണ്ണട വെച്ച് തെരഞ്ഞാല് ആകെ ജുമായെ പറ്റി ഒരായത്താ. 2ാമത്തെ ആയത്ത് അറിയുന്ന ആൺകുട്ടിയൊക്കെ കൈപോക്കാം. എന്നെ നീളം കുറച്ചിട്ടേ ഞാൻ ഇവിടുന്ന് ബാക്കിയുള്ള ഭാഷ ഇനി പറയുള്ളൂ. 2ാമത്തെ ആയത്ത് ഖുർആനില്ല. ആകെ ജുമാ നിസ്കാരത്തെ പറ്റി ഖുർആനിലുള്ള ആയത്ത് സൂറത്തുൽ ജുമായുടെ 9ാമത്തെ ആയത്താണ്. ബസ്, പിന്നല്ല, ബസ്, അത്രമാത്രം. പക്ഷേ ജുമാ ഒഴിവാക്കുന്ന മനുഷ്യരുടെ നരകത്തെ എത്ര 100 കണക്കിന് ഹദീസാണ് മുസ്തഫ നബി പറഞ്ഞത്. നരകം. ജുമാക്ക് പോണെന്ന് ഒരായത്ത്, നരകത്തെ പറ്റി 1000കണക്കിനായത്ത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായേ? സ്വർഗത്തിനെ പറ്റി 1000കണക്കിനായത്ത്. എന്നാൽ ജുമാക്ക് പോണെന്ന് ഒരായത്ത്. എങ്ങനെയുണ്ട്? അതൊരായത്ത് മതി, മറ്റത് ക്ലിയറായാൽ മതി. എന്ത്? സ്വർഗത്തിലുള്ള ആഗ്രഹവും നരകത്തെ കുറിച്ചുള്ള ഭയപ്പാടും. അത് അല്ലാഹു നമുക്ക് ഇട്ട് തരട്ടെ. അതാണ് വിഷയം. അത് തടിയിൽ കയറാം. ഇതാണ് അതിന്റെ മുന്നിലും പിന്നിലും ഒക്കെ പറയുന്നത്. മനുഷ്യനെ ഉപകാരം എന്ന് പറഞ്ഞത് ചിന്തിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം എന്നറിയാം? അവൻ ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കണം. ഇതിനപ്പുറത്തുള്ള ലോകത്തെ കുറിച്ച് അവൻ ചിന്തിക്കണം. ഇവിടെ അവന്റെ തിരശീല വീഴുന്നതോടുകൂടെ അവന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അതിനപ്പുറത്തേക്ക് ചിന്തിക്കണില്ല. ഒരുപാട് കൊല്ലം പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയായ ഒരാളുണ്ടല്ലോ, ജ്യോതി ബാസു അല്ലേ? ഞാൻ എന്റെ ജീവിതത്തിൽ വിചിത്രമായി കണ്ടത് ജ്യോതി ബാസുവിന്റെ മയ്യത്തുണ്ടവനാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ വിചിത്രമായി കണ്ട ഒരു സംഗതിയാണത്. അത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ജ്യോതി ബാസുവിന് സാധാരണ മയ്യത്ത് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. ജ്യോതി ബാസുവിന്റെ മയ്യത്ത് മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയത് തിരിഞ്ഞില്ല. അതായത് മൂപ്പര് വസിയത്ത് എഴുതി വെച്ചാലേ എനിക്ക് ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഏതുകൊണ്ട്? അപ്പൊ ഏതെങ്കിലും MBBS പഠിക്കുന്ന കുട്ടികളെങ്കിലും ഉപകരിച്ചോട്ടെ. നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ല. അന്ന് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഫോട്ടോയിൽ ജ്യോതി ബാസുവിന്റെ മയ്യത്ത് ശവം പിന്നെ കൽക്കത്ത മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ന് പറഞ്ഞ ഫോട്ടോ അടക്കം മനോരമ അടക്കമുള്ള ദേശീയ പത്രങ്ങളുടെ ഫ്രണ്ട് പേജ്. അതിനെ വളരെ ചിന്തിപ്പിച്ചൊരു ചിന്തയാണ്. എന്തായിരിക്കും ഇന്ത്യ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റിൽ എന്നല്ല ഒരു വേള അയാൾ പ്രധാനമന്ത്രിയാകുമോ എന്ന് പോലും വന്ന ഒരവസ്ഥയുണ്ടായി അല്ലേ? അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടല്ലോ. അത്ര വരെ അയാൾ ഉയർന്ന ആളാണ്. എന്നിട്ടൊക്കെ അല്ലേ ചരിത്രപരമായ വിഡിത്തം ഒഴിവാക്കിയത്. അതെ പാർട്ടി പ്രധാനമന്ത്രി പദം ഒഴിവാക്കിയത് ചരിത്രപരമായ വിഡിത്തം ജ്യോതി ബാസു എന്ന് പറഞ്ഞു. ഈ ജ്യോതി ബാസുവിന്റെ മയ്യത്ത് കൊണ്ടുപോയത് കൽക്കത്ത മെഡിക്കൽ കോളേജിലേക്കാണ്. അത് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്തൊരു മുഹത്തറമാണ്. ഒരു മയ്യത്തിന്റെ അടുത്ത് ആളിരിക്കും അതിന് ഈച്ചാട്ടാൻ. കാരണം മയ്യത്ത് എന്ന് പറഞ്ഞാൽ ഷുഊറാണ്. അതിന് ഭയങ്കര ഷുഊറുണ്ടാവും. മയ്യത്ത് കട്ടിൽ കിടന്ന് വിലപിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കട്ടിൽ കിടന്ന് വിലപിക്കും, എന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് വിലപിക്കും. അതിനങ്ങനെ ഇട്ടാലും വിലപിക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മയ്യത്തിനെ നല്ല മയ്യത്താണെങ്കിൽ പോലും ദീർഘിപ്പിക്കാൻ പാടില്ല, പെട്ടെന്ന് എടുക്കണം.
കാരണം മരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വരാനുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് അതിന് കാണിച്ചു കൊടുക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ഖബറിലെത്താൻ ഈ നല്ല മനുഷ്യന്റെ മയ്യത്തിന് കൊതിയുണ്ടാവും. അതുകൊണ്ട് ഒരു അതുകൊണ്ടാണല്ലോ കുട്ടികളെ എത്രയും അഫ്ളൽ എന്താണെന്നറിയോ? എന്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് മയ്യത്തെടുക്കാം. മയ്യത്ത് നിസ്കാരത്തിൽ വജ്ജഹത്തു ഇല്ലാതിരിക്കാനും സുജൂദ് ഇല്ലാതിരിക്കാനും കാരണം അത് എത്രയും പെട്ടെന്ന് തീർക്കാനാ. 4 തക്ബീർ കൊണ്ട് 4 റക്അത്തിന്റെ കൂലി അല്ലാഹു കൊടുക്കും. കാരണം ഇത് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കണം. നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ല, എന്തിവിടെ ചെയ്തിട്ടുള്ളൂ? 4 തക്ബീർ കൊണ്ട് അല്ലാഹു എത്ര കൂലി കൊടുക്കും? ചിന്തിക്ക്. അതിൽ അത്തഹിയാത്ത് വരെ ഉൾപ്പെടുത്തി കുട്ടികളെ. എന്തുകൊണ്ട്? അത്തഹിയാത്തും സ്വലാത്തും ദുആയും ഒക്കെ ഉൾപ്പെടുത്തി. സ്വലാത്തും ദുആയും ഒക്കെ ലാസ്റ്റ് യുദ്ധത്തിലല്ലേ വരിക? പറയേ, അതുവരെ എന്തിൽ കയറ്റി? അപ്പോൾ ഈ 4 തക്ബീർ ഒരു പൂർണ്ണ നിസ്കാരമാണ്. 4 തക്ബീറിൽ ഫാത്തിഹ ഉണ്ട്, സ്വലാത്ത് ഉണ്ട്, പിന്നെ ദുആ ഉണ്ട്, സനാഉ ഉണ്ട്, അല്ലാഹുവിനുള്ള സനാഉ ഉണ്ട്, എല്ലാം ഉണ്ട് ഈ 4 തക്ബീറിന്റെ ഉള്ളിൽ. സത്യത്തിൽ ടോട്ടൽ 4 റക്അത്തിലും വരാനുള്ളത് അതൊക്കെ തന്നെയാണ്. അത് എന്തിൽ തന്നെ കയറ്റി? 4 തക്ബീറിന്റെ ഉള്ളിലാണ് കയറ്റി. കാരണം നേരല്ല. അക്രമമായ ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും വലിയ സമയം സുജൂദാണ്. അതുവരെ മയ്യത്ത് ഒഴിവാക്കി. കാരണം ഈ വ്യക്തിക്ക് ഏറ്റവും നല്ലത് മറവിയലാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? രണ്ടാണെങ്കിലും പെട്ടെന്ന് മറവ് ചെയ്യണമെന്ന് പുണ്യ റസൂലുള്ളാഹ്. നല്ല മയ്യത്താണെങ്കിൽ അവിടെ താമസിപ്പിക്കുന്നതനുസരിച്ച് മയ്യത്ത് നിങ്ങളെ ശപിക്കും. എനിക്ക് നല്ലൊരു സൗഭാഗ്യം അവിടെ വിധിച്ചിട്ട് എന്തിനാ നിങ്ങൾ മറ്റേ ആൾ വരാൻ കാക്കുന്നത്? ഇനി കാണാൻ ആളുണ്ടോ എന്ന് വെറുതെ ചോദിക്കും. മയ്യത്തിനെ നോക്കൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല, മയ്യത്തിനെ സ്ഥിരമായി കാണുന്ന വ്യക്തിക്ക് വികാരം കുറയും. ഇത്തരം മരവിപ്പ് ഉള്ളിൽ വരും. അങ്ങനെയാണ് മയ്യത്തിനെ കാണൽ അഫ്ളൽ ഇല്ല എന്ന് മാത്രമല്ല, മയ്യത്തിനെ സ്ഥിരമായി കാണുന്നവർക്ക് അവരുടെ വികാരത്തിന് കമ്മി വരും, നശാത്ത് കുറയും, ഒരു വൈകാരികമായ ഒരു മരവിപ്പ് സംഭവിക്കും. നമ്മൾ കാണുന്നതിലൊക്കെ നമുക്കൊരു ബന്ധമുണ്ട്, എല്ലാത്തിനും ബന്ധമുണ്ട്. എന്ത് കറുത്ത ചെരുപ്പാണ് ഞാൻ ദാരിദ്ര്യം എന്ന് റസൂൽ പറഞ്ഞില്ലേ? മനസ്സിലായില്ലേ? സത്യത്തിൽ വില കുറഞ്ഞു കിട്ടാനുള്ള ചെരുപ്പ് കറുത്തതാണ്. നബിക്ക് വലിയൊരു ചെരുപ്പ് കമ്പനി ഉണ്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കാം, BKC കമ്പനി നബിയുടേതാണെങ്കിൽ വിചാരിക്കാം, നബിക്ക് അങ്ങനെയൊക്കെ പറയുമല്ലോ, ചെരുപ്പൊക്കെ ലേശം പോണ്ടേ. ബാറ്റ നബിയുടേതാണെങ്കിലും നമുക്ക് വിചാരിക്കാം. അതങ്ങനെയാണ്. 99 റുപ്യയും 95 പൈസ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ബാറ്റന്റെ കറാമത്ത്. 100 റുപ്യ എടുത്താൽ പിന്നെ 5 പൈസക്ക് വിലയില്ലല്ലോ. മനസ്സിലായില്ല? അങ്ങനെയല്ലേ പറയും മനുഷ്യന്മാര്? അങ്ങനെയല്ലേ ബാറ്റ? അപ്പോ ഈ ബാറ്റ കമ്പനി നബിക്കില്ല, ഒരു കമ്പനിയും നബിക്കില്ല. എന്നാലും നബി ചുവന്ന ചെരുപ്പ് ചെരുവാകാൻ വേണ്ടി പറഞ്ഞതല്ല. എന്താ? മനുഷ്യൻ അണിയുന്നതിൽ മനുഷ്യന് ബന്ധമുണ്ട്, കാണുന്നതിൽ ബന്ധമുണ്ട്. പച്ചയിലേക്ക് കൂടുതൽ കാണുന്ന ആളുകൾക്ക് ഫറഹും സുറൂറും വർദ്ധിക്കും. മയ്യത്തെ കാണുന്ന സുന്നത്തേ ഇല്ല. ഞാൻ പരമാവധി കാണാതിരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. പരമാവധി കാണാതിരിക്കാനാണ് ശ്രമിക്കൽ. നല്ലത് അതാണ്. മയ്യത്തിനെ കാണാൻ സുന്നത്തേ ഇല്ല. ഞാൻ എന്തിനാണ് പറഞ്ഞതല്ലേ? നമ്മുടെ വിഷയം അതല്ല. ഒറ്റ വാക്കാണെങ്കിൽ ചോദിക്കാം. എന്തേ? അല്ല കുട്ടിയെ, ഒരു ഗുണത്തിന് ഒരു ദോഷം ഉണ്ടാവുമല്ലോ. മയ്യത്തിനെ കുളിപ്പിക്കുമ്പോ മയ്യത്തിനെ കാണേണ്ടി വരുമല്ലോ, അപ്പൊ ഒരു വികാരം കുറയില്ലേ? അതിനല്ലടോ പരലോകത്ത് വലിയ കൂലി തരുന്നത്. അങ്ങനെയാണ്. ഞാൻ അതിനേക്കാൾ നല്ലൊരു കാര്യം നിനക്ക് പറഞ്ഞുതരാം. മയ്യത്ത് കുളിപ്പിക്കലല്ല, പെണ്ണെട്ടാതെ തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിം പാർത്തമാതിരി പാർക്കുക. എന്നാ അതിനേക്കാൾ വലിയ സ്വർഗം ഉണ്ടാവുമല്ലോ. എന്നാ പിന്നെ വികാരത്തിനെ പറ്റി ആലോചിക്കാൻ വേണ്ട. ഇതിവിടെ വിഷയം എന്താണെന്ന്, ഒരു ഗുണത്തിനൊരു ദോഷം ഉണ്ടാവും. ഞാൻ അതിന്റെ ഷെറാണ് പറഞ്ഞത്. അതിലിനി വർത്താനം പറയേണ്ടതില്ല. മനസ്സിലായില്ല? മയ്യത്തെ സ്ഥിരമായി കുളിപ്പിക്കുന്ന ആൾക്ക് മയ്യത്തിന്റെ കൂലി ഉണ്ടാവും. എന്നാ അതിനൊക്കെയുള്ള ദോഷങ്ങൾ അവന് ഉണ്ടാവും ചെയ്യും. അതെങ്ങനെയാലും ഉണ്ടാവുമല്ലോ. അപ്പൊ മയ്യത്ത് കുളിക്കൽ സുന്നത്താണ്. അല്ലാത്തവർക്ക് മുഴുവനും നല്ല ഡബിൾ വേസ്റ്റ് ഇട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ വരലാണ് സുന്നത്ത്. മയ്യത്ത് കുളിപ്പിച്ചോനോ എന്റെ ഇപ്പൊ അങ്ങനെ അവനെ ബുദ്ധിമുട്ടിച്ച് പഠിച്ചോൻ നല്ലൊരു ഉപകാരം ചെയ്ത് പിന്നെ ബുദ്ധിമുട്ടിക്കുവോ? അതുണ്ടാവും. ഗുണത്തിന് ദോഷം ഉണ്ടാവും. നിങ്ങളുടെ സ്ഥലത്തില്ല. ഞാൻ കുഞ്ഞാലനോടാണെന്ന് പറഞ്ഞു. തലച്ചോറിൽ കുഞ്ഞാലന് വെള്ളം ഉണ്ടെങ്കിൽ ഇതിന് മനസ്സിലാക്കാം എന്താ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? പറഞ്ഞത് ഗുണത്തിന് എന്തുണ്ടാവും?
ദോഷം ഉണ്ടാവും. മയ്യത്ത് കുളിപ്പിച്ചോന് പരലോകത്ത് മാത്രമല്ല ബുദ്ധിമുട്ട്, ഈ ലോകത്തെ വികാരത്തിൽ മാത്രമല്ല ബുദ്ധിമുട്ട്. ഓൻ എന്ത് സുന്നത്തുണ്ട്? മയ്യത്ത് കുളിപ്പിച്ചിട്ട് വൈലയിൽ തുർജാവ് എന്ന് പറയുമ്പോഴാണ് വേഗത കെട്ടിപ്പോയി പായുന്നത്. മറ്റോൻ ആ പായലിനും കഴിയൂല. ചിലപ്പോ 4 റക്അത്തിലെ 3 റക്അത്ത് തക്ബീറും കഴിഞ്ഞിട്ട് ഇവൻ അവിടെ എത്തുള്ളൂ. ഇപ്പൊ എന്റെ കുഴപ്പമെന്താ? ഇപ്പൊ തക്ബീറത്തിൽ ഇറാൻ വരെ ചിലപ്പോ കിട്ടൂല. ഇപ്പൊ എന്റെ കുളിപ്പിച്ചോനാ ഒഞ്ഞി കുളിക്കൽ നിന്നിട്ടുണ്ട്, കുളിച്ചിട്ട് ഞാൻ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് ഗുണത്തിന് ദോഷം ഉണ്ടാവും? അതല്ല നമ്മളെ വിഷയത്തിലേക്ക് തിരിച്ചു വരും. നമ്മളെ വിഷയം അതല്ല. എന്താ ഞാനിത് പറയാൻ കാരണം, എവിടെ നമ്മൾ വന്നത്? എന്ത് നിങ്ങൾ സ്ഥലത്തുണ്ടല്ലേ? എവിടുന്ന നമ്മൾ വന്നത്? എവിടുന്ന്? എങ്ങനെ? അതെ അതെ അതെ, ജ്യോതി ഭാഷനെ പറഞ്ഞോണ്ട് വന്നോ? അതെ 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 അതെ. ഇവിടെ ജ്യോതി ഭാഷന് നമ്മുടെ വ്യത്യാസം എന്താണ്? നമ്മൾ ഒരാൾ മയ്യത്തിന്റെ അടുത്ത് ഇരിക്കും, മയ്യത്തിന് ഷുഊറുണ്ട്. ഷുഊർ എന്ന ബോധം. മയ്യത്തിനെ കട്ടിൽ വെച്ച് ഏറ്റിയാലും മയ്യത്ത് കരയും അല്ലെങ്കിൽ ചിരിക്കും. അപ്പോൾ മയ്യത്തിന് ഷുഊറുണ്ട്. അതിന് ഈ ബോധം വേണ്ടേ? മയ്യത്തിനൊരു ബോധമുണ്ട്. നല്ല മയ്യത്തിനും ബോധമുണ്ട്, മോശപ്പെട്ട മയ്യത്തിനും ബോധമുണ്ട്. ഹബീബായ റസൂൽ പറഞ്ഞേ, നല്ല മയ്യത്താണെങ്കിൽ അവൻ നിങ്ങളെ ശപിക്കും, അപ്പോൾ നിങ്ങൾക്ക് നല്ലത് എത്രയും പെട്ടെന്ന് കൊണ്ടത് മറവിക്കലാണ്. മോശപ്പെട്ട മയ്യത്താണെങ്കിൽ നിങ്ങളെ പോലെല്ലോ അട്ടഹസിക്കും, അത്രയും അപ്പോൾ നല്ലത് ഈ അട്ടഹസിക്കുന്ന ജന്തുവിനെ തോർന്ന് ഒഴിവാക്കലാണ്. എന്താണെങ്കിൽ നല്ലത് വേഗം വീശറില്ല, തിരിഞ്ഞില്ല. രണ്ടാണെങ്കിൽ നല്ലത് വേഗം വീശറില്ല. മനസ്സിലായില്ല? ഒന്നുകൂടി പറഞ്ഞു തന്നെ പറയാം. എന്താ ഞാൻ പറഞ്ഞത്? മയ്യത്ത് നല്ലവനാണെങ്കിലും മോശപ്പെട്ടവനാണെങ്കിലും നിങ്ങൾക്ക് നല്ലത് വേഗം കുഴിച്ചില്ല. എന്തുകൊണ്ട്? നല്ല മയ്യത്താണെങ്കിൽ മയ്യത്ത് തനിക്ക് വരാനുള്ള ലാഭത്തെ കുറിച്ച് പറഞ്ഞ് നേരം വൈകിക്കൊണ്ട് നിങ്ങളെ ക്ഷമിക്കും. 2, മയ്യത്ത് മോശപ്പെട്ട മയ്യത്താണ് എങ്കിൽ അവൻ നിങ്ങളെ വീട്ടിൽ കിടന്ന് അട്ടാസിക്കും. ആ അട്ടാസിക്കുന്ന സാധനത്തെ അവിടുന്ന് ഒഴിവാക്കലാണല്ലോ നല്ലത്. അപ്പൊ എന്താണെങ്കിലും മയ്യത്തിനെ പെട്ടെന്ന് മറവ് ചെയ്യലാണ് നല്ലത്. ഇതിനൊരു കാര്യം മനസ്സിലാക്കാം, മയ്യത്തിന് ഷുഊറുണ്ട്. അതിന് ഈ ബോധം വേണ്ടേ? എല്ലാ പഠിപ്പുണ്ട്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയാകാൻ ക്ഷണിക്കപ്പെട്ട ഒരാൾക്ക് ഈ ഷുഊർ ഇല്ല. കാരണം അവരെ ചിത്രത്തിൽ ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതം ഇല്ല. അപ്പൊ ഈ ലോകത്തിനപ്പുറം ജീവിതം എന്നത് സ്ഥാപിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. എല്ലാം അപ്പോഴേ നടക്കുള്ളൂ. അത് എത്ര മേൽ കയറിയോ അത്രയോ നന്നാവും, അതെത്ര കുറഞ്ഞോ അത്രയും നാശം. ബാപ്പാനെ മരിച്ചുപോയ ബാപ്പാനെ ഖബറിൽ ആമർ കൊണ്ട് അടിക്കുന്നതായി സ്വപ്നം കണ്ട ഒരാള് ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? മരിച്ചുപോയ ബാപ്പയെ ആമർ കൊണ്ട് അടിച്ചതായി സ്വപ്നം കണ്ട ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. ബാപ്പയെ ആമർ കൊണ്ട് കയ്യിനടിക്കുന്നുണ്ട്. വലത്തെ കയ്യിനിങ്ങനെ ഭീകരജീവികൾ ബാപ്പയെ ആമർ കൊണ്ട് വലത്തെ കയ്യിനിങ്ങനെ അടിക്കുന്നുണ്ട്. എന്താണ് സ്വപ്നത്തിന്റെ പൊരുൾ? മനസ്സിലായില്ല. എന്താ? അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ബാപ്പാക്ക് തൊഴിലെന്തായിരുന്നു? ബാപ്പ ഗൾഫിലെ ഒരു കമ്പനിയിലെ ഒരു കടയിലെ കാഷ്യറായിരുന്നു. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ അവിടെ സംഭവിച്ചത് എന്താ? കുട്ടി, സംഭവിച്ചത് എന്താ? എന്തോ ഒരു ജല്ലത്ത് ബാപ്പാന്റെ കൈ കൊണ്ട് അർഹല്ലാത്തൊരു മുതല് ബാപ്പ അവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഇനിയിപ്പോ എന്തെല്ലാം ഗുണായിരിക്കാന്നല്ലോ. ഇതിൽ ഗുണായിരിക്കാം എന്താണ് ഓർമ്മ? ഇതിൽ ഗുണായിരിക്കാം മോന്. മുതല് പോയോന്റെ വർത്താനം വിട്ടി, അവന്റെ വേറെ വർത്താനം. അത് പോട്ടെ, നിങ്ങൾ ബാപ്പാന്റെ മകന്റെ കാര്യം പറയും. ഇതിലിപ്പോ ലാഭമായിരിക്കാം മോന് ലാഭം. കാരണം മോനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ സ്വപ്നം അള്ളാഹു മോനെ കാണിച്ചു കൊടുത്തത്. എന്തുകൊണ്ട്? ഇവന്റെ ജീവിതത്തിൽ ഇനി അത് അങ്ങനത്തെ സംഗതി അവനിൽ നിന്ന് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല, ഇനി അവനുണ്ടാവില്ല. കാരണം ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടി, നേരിട്ട് സ്വന്തം ബാപ്പ അനുഭവിക്കുന്നത് ഇവൻ കണ്ടിട്ടുണ്ട്. ഇനി ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു നിലക്ക് ബാപ്പാക്കൊരു ഗുണമുണ്ട്. ബാപ്പായെയും അള്ളാഹു റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും അത് കാണിച്ചു കൊടുത്തത്. എന്തുകൊണ്ട്? റഹീമുൽ ഖൽബായ ഉപ്പയോട് മനസ്സിൽ കരുണയുള്ള മോനെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ മകൻ സ്വതക്ക ചെയ്തിട്ടും മകൻ ഇബാദത്തും ദുആയും വർദ്ധിപ്പിച്ചിട്ടും ബാപ്പാന്റെ മോചനത്തിന് വേണ്ടി ഓലത്തിന് സ്വാലിഹുൻ ലഹു ദാർക്കും അപ്പോഴും ബാപ്പ മോചിതനാവും. അപ്പൊ രണ്ടാമതിൽ നേട്ടമുണ്ട്. പക്ഷെ ഏറ്റവും നല്ല നേട്ടം മോനാണ്. അവിടെ ആഖിറ മോന് ഉറച്ച്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ആഖിറ ഉറച്ചാൽ മാത്രമേ മനുഷ്യൻ നന്നാവുള്ളൂ.
അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളെ നൽകിയത്. ഇതിനിടയിൽ ഒരു ദൃഷ്ടാന്തത്തെ പറ്റി എന്തോ ഒരു വർത്താനം പറഞ്ഞോ നോക്കി മുസാഫിലേക്ക് മനുഷ്യന്മാരെ ആ രണ്ട് ഇത്തക്കോന്റെയും അംഫ്യക്കോന്റെ ഇടയിൽ ദൃഷ്ടാന്തത്തെ പറ്റി ഒരു വർത്താനം പറഞ്ഞോ? ദൃഷ്ടാന്തം 3 ജാതിയാണ്. ഒന്ന് പ്രപഞ്ചിക ദൃഷ്ടാന്തം, 2 പ്രവാചക ദൃഷ്ടാന്തം, 3 വേദഗ്രന്ഥം എന്ന ദൃഷ്ടാന്തം. ദൃഷ്ടാന്തങ്ങൾ 3 തരം. ഈ 3 ദൃഷ്ടാന്തവും മനുഷ്യന് അവന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു വെച്ചാൽ അവനെ പരലോകത്തിലേക്ക് അടുപ്പിക്കും. 3 തരം ദൃഷ്ടാന്തം. 3 തരം. ഒന്ന് പ്രപഞ്ച ദൃഷ്ടാന്തം, അതായത് ആകാശങ്ങൾ, ഭൂമി, നക്ഷത്രങ്ങൾ, പിന്നെ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം അള്ളാഹുലേക്കുള്ള ദൃഷ്ടാന്താണ്. അതിന് വളരെ സദീതായ ബുദ്ധി വേണം. നമ്മളെപ്പോലത്തെ അവിടേക്ക് എത്താൻ പലപ്പോഴും കഴിയൂല. ഇത് ശരിയായ ബുദ്ധി മതി. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കും. ഒരു പുല്ലിൽ പോലും അള്ളാഹുലേക്ക് ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തമുണ്ട് അല്ലെ? ഇടയിലൊരു ആയത്ത് നോക്കവിടെ നോക്കി, മുസാഫിലേക്ക് നോക്കിയവിടെ ഇടയിലല്ലേ ആയത്ത് പറഞ്ഞ്, ആദ്യം ഇത്തക്കോ പറഞ്ഞ് പിന്നെ അംഫിയക്കോ പറഞ്ഞ്, അതിന്റെ ഇടയിലൊരു ആയത്ത് കൊടുത്തു. എന്ത്? എപ്പോൾ ദൃഷ്ടാന്തം വന്നാലും അവർ തിരിഞ്ഞു നടക്കും. ഇതിന് തിരിഞ്ഞു നടക്കണേ എന്തിനു തിരിഞ്ഞു നടക്കണം? എടാ, പൂച്ച നിന്റെ പുരയില് കറന്നു വെച്ച പാല് കുടിക്കും. കൈ കട്ടുകൊണ്ടേറ്റ് ഇങ്ങനെ മണിയമ്പിള്ളാണ് അവര് കള്ളനുണ്ടായിരുന്നു പണ്ട്. മണിയമ്പിള്ള ഒരു കള്ളന്റെ ആത്മകഥ എഴുതിയ ഒരാളാണ്. ആര്? ഇവിടുന്ന് DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. എന്റെ കയ്യിലുണ്ട് പുസ്തകം. ഒരു കള്ളന്റെ ആത്മകഥ. എങ്ങനെ കക്കാം, എങ്ങനെയാണ് കക്കാൻ പോകേണ്ടതെന്നൊക്കെ വ്യക്തമായി അതിൽ എഴുതിയിട്ടുണ്ട്. ഒരു കള്ളൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്! നിങ്ങൾ വീട്ടിൽ നിന്ന് വല്ല സാധനം നഷ്ടപ്പെട്ടാൽ എന്നെ പേടിക്കാറുണ്ട്. ഏതായാലും പൂച്ചക്ക് ഈ മണിയമ്പിള്ള കൊണ്ടുപോകുന്നത് പോലെ പുറത്ത് പോയിട്ട് കൊണ്ടുപോയി വെച്ച് തിന്നാൻ പൂച്ച കഴിയില്ല. എന്നാ പൂച്ചക്ക് ഇത് തിന്നും വേണം. പിന്നെന്താ പൂച്ച ചെയ്യാം? ന്യായത്തോട് ഓദരായത്ത് ആയത്തിനെ തുടച്ച് നീക്കാൻ അവന് കഴിയൂല. പിന്നെ ഒരു നല്ലതെന്താ? തിരിഞ്ഞടക്കുക. ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ പറഞ്ഞിട്ടില്ല. ദൃഷ്ടാന്തം 3 ജാതിയാണ്. ഒന്ന് പ്രപഞ്ച ദൃഷ്ടാന്തം, ആകാശങ്ങൾ, ഭൂമി, പിന്നെ നക്ഷത്രങ്ങൾ. എന്തിനാണ് അതൊക്കെ പറയുന്നത്? ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളെ പറ്റി എല്ലാം നീ ആലോചിക്കണം. ഇതെല്ലാം മിനൽ മലഇൽ അഅ്ലാ ഇലൈക റസായിലു, അള്ളാഹു നിനക്ക് കത്ത് എഴുതി വിട്ടതാണ്. ഈ കാണുന്ന എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിന്റെ കത്തുണ്ട്. എല്ലാ വസ്തുക്കളിലും എഴുതി വച്ചിട്ടുണ്ട്. നിനക്കൊരു പുല്ലിന്റെ പുൽക്കൊടി ഇങ്ങനെ നിവർത്തിച്ച് വായിക്കാൻ കഴിയുകയാണെങ്കിൽ ആ പുല്ലിൽ നീ നിന്റെ മനക്കണ്ടുകൊണ്ട് നോക്കിയാലേ, നീ മനനം ചെയ്താലേ അതിന്മേൽ എഴുതി വച്ചിട്ടുണ്ട്, അലാ കുല്ലു ബാത്തിലു, ഞാനൊരു പുൽക്കൊടിയാണ്, ഞാൻ പറയുന്ന സന്ദേശം ഞാനും നിലനിൽക്കൂല, നീയും നിലനിൽക്കൂല, അള്ളാഹു അല്ലാത്തതൊന്നും നിലനിൽക്കൂല എന്നാണ്. ഭയങ്കര വർത്താനാണ്. ഒരു പുൽക്കൊടി നമ്മൾ എടുത്ത് അതൊന്നും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ അതിലും എഴുതിയിട്ടുണ്ട് എന്ത്? ഞാനും നിലനിൽക്കൂല, വായിക്കുന്നവനെ നീയും നിലനിൽക്കൂല, നിലനിൽക്കുന്നത് ആര് മാത്രം? അല്ലാഹു. അപ്പോൾ ഈ കാണുന്നതെല്ലാം ദൃഷ്ടാന്തമുണ്ട്, നമ്മൾ വായിച്ചാൽ മതി. 2, ഇത് കണ്ടാത്തവർക്കാണ് രണ്ടാമത്തെ ദൃഷ്ടാന്തം. അമ്പിയാക്കളെ മുഅ്ജിസത്തുകളും ഔലിയാക്കളെ കറാമത്തുകളും. അമ്പിയാക്കൾ തീർന്നാലും ഔലിയാക്കൾ ഉണ്ടാവും. അത് ഇന്നും ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ടഡ് മെമ്പേഴ്സ് ആയ കുറച്ച് ആളുകൾക്ക് ചില കഴിവുകൾ നൽകും. ആ കഴിവുകൾ വഴി ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള സംഗതികളെല്ലാം അവർ ചെയ്യും. അത് ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളത് ചെയ്യും. അങ്ങനെയാണ് അത്. ആ 2 മുഅ്ജിസത്തുണ്ട്. മനസ്സിലായി? ദൃഷ്ടാന്തം ഒന്ന് പ്രപഞ്ച ദൃഷ്ടാന്തം, 2 പ്രവാചക ദൃഷ്ടാന്തം. പ്രവാചക ദൃഷ്ടാന്തത്തിന് സമമാണ് അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയാണ് ഔലിയാക്കളുടെ ദൃഷ്ടാന്തം. അതായത് അല്ലാഹു സുബ്ഹാനഹു, അതൊക്കെ ഏത് കാലത്തും ഉണ്ടാവും. അത് വേണ്ട അത് വേണ്ട, അത് വേണമെന്ന്. അതായത് അള്ളാഹു പൊരുത്തപ്പെട്ട ചില ആളുകൾ ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹു ആ കാര്യം നടത്തി കൊടുക്കും. ആരാണ് മുഅ്മിനീങ്ങൾ? മുഅ്മിനീങ്ങൾ എന്നാൽ കേട്ടോ,
അൽ മുഅ്മിനൂന അല്ലദീന എഴുതിച്ചോ. ഇതിനി പേച്ച് പോകരുത്. മുഅ്മിനീങ്ങൾ എന്നതിന് ഡെഫിനിഷൻ പറയാണ്. ഇനി പേച്ച് പോയ തല ഞാൻ വിട്ടു. എഴുതിച്ചോ. അൽ മുഅ്മിനൂന മുഅ്മിനീങ്ങൾ എന്നാൽ അല്ലദീന ഇദാ റുഊ ദുകിറല്ലാഹ്. മുഅ്മിനീങ്ങൾ എന്നാൽ അല്ലദീന ഇദാ റുഊ ദുകിറല്ലാഹ്, ഒരു വിഭാഗം ആളുകളാണ്. ഇദാ റുഊ ദുകിറല്ലാഹ്, അല്ലാഹു അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. ബസ് കഴിഞ്ഞു. കൂടുതൽ വർത്താനല്ല. എന്ത് മുഅ്മിനീങ്ങൾ ആരാ? ഹദീസാണ്. അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. അവരെ മുഅ്മിനീങ്ങൾ. അങ്ങനത്തെ ഒരു എല്ലാ കാലത്തും ഉണ്ടാവും. മുഅ്മിനീങ്ങൾ എന്നാൽ അതാണ്. മുഅ്മിനീങ്ങളാണ് ഏറ്റവും താമ്പുള്ളവരുന്നോ താമ്പില്ലാത്തോ ഒന്നുമല്ല. അല്ലദീന ഹദീസാണ് കുട്ടി. അല്ലദീന ഇദാ റുഊ ദുകിറല്ലാഹ്, ഒരു വിഭാഗം ആളുകളാണ്. അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. അപ്പൊ ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഇപ്പൊ നിങ്ങൾ അങ്ങാടി ഇറങ്ങി ഈ മഫൂസ് സ്റ്റാലിലേക്ക് നിങ്ങൾ പുതിയ ഫാഷനുള്ള ഒരു വസ്ത്രം ഇറങ്ങിയ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അടുത്തിറങ്ങിയ ഒരു സിനിമയിലെ ആക്ട്രസിനെ ഓർമ്മ വരും അല്ലേ? പറയും മനുഷ്യന്മാര് പറയേ. നിങ്ങളൊരു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു നല്ല ചെത്തിപ്പൊളിച്ച് ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു പുതിയ വേഷം കണ്ടാൽ അപ്പോൾ ഈ അടുത്തിറങ്ങിയ ഒരു ഫിലിമിലെ നായകൻ നിങ്ങൾക്ക് ഓർമ്മ വരും. തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരെ കണ്ടാലോ അള്ളാഹ് ഓർമ്മ വരും. അത്തിപ്പെട്ട വൈദ്യുതി മുസ്ലിയാരെ കണ്ടാലോ അള്ളാഹ് ഓർമ്മ വരും. മോമിനിങ്ങൾ ആരാ? ഭാര്യയുടെ കുട്ടിയെ ചില ആളുകളെ കണ്ട തീറ്ററപ്പായിന് ഓർമ്മ വരും. മുണുങ്ങാന്നല്ലാത്ത ഒരു പരിപാടി ഉണ്ടാവില്ല. രാവും പകലും മുണുങ്ങണം, തിന്നണം, മുണുങ്ങണം. അതിൻ്റെ അപ്പുറം വേറൊരു ചിന്ത അവർക്ക് ഇല്ല. നാല് പക്ഷികളുടെ രീതി പാടില്ല. അതൊന്നും പാടില്ലാത്തതല്ല, പരിധിക്കപ്പുറാണത്. പക്ഷികളിൽ 4 തരം പക്ഷികളുണ്ട്. അവരെ സ്വഭാവം നിങ്ങൾ വർജിക്കണം. ഒന്ന് താഊസ്, മയില്. മയിലിന്റെ ചിന്ത ചന്താണ്. ഒരടി വെച്ചാൽ ഒന്ന് അങ്ങോട്ടോട് നോക്കും, അടുത്ത അടി വെച്ചാൽ ഒന്നും കൂടെ അങ്ങോട്ടോട് നോക്കും. എന്നാൽ ബേസിക്കൽ ചന്തം നല്ലതാ. മനസ്സിലായില്ല? ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാല. ഭംഗി അള്ളാഹുവിന് വളരെ ഇഷ്ട. ഭംഗി നല്ലതാ. പക്ഷെ മയിലിന്റെ ഭംഗി നല്ലതല്ല. മയിലിന്റെ ഹമ്മ് തന്നെ എന്തിലാണ്? മയിലാണ്, ചന്തത്തിലാണ്. മനസ്സിലായില്ല? ചന്തത്തിനപ്പുറം അതിന് ചിന്തല്ല. അതിന്റെ ചിന്ത തന്നെ അതിൽ പെട്ടുപോയി. അതിനപ്പുറത്തേക്ക് അത് ചിന്തിക്കാൻ കഴിയില്ല. ദീക്കറ കോഴി. കോഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര വികാരജീവിയാണ്. എന്നെ നൊടിനിടയിൽ കഴിയും ചെയ്യും. ഇവിടുന്ന് കയറിയാൽ അപ്പുറത്തിറങ്ങും, അപ്പുറത്ത് കയറിയാൽ അപ്പുറത്തിറങ്ങും. ഇതാണ് കോഴി. എന്നാ അത് നല്ല സംഗതിയാ. ഇല്ലെങ്കിൽ ദുനിയാവിൽ മനുഷ്യൻ നിലനിൽക്കുന്നില്ല. വികാരം എന്നൊരു സംഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ അതോടുകൂടെ പിന്നെ പാറപ്പുറത്ത് മനുഷ്യനെ മുളപ്പിക്കേണ്ടി വരും, വിത്തെറിഞ്ഞിട്ട്. അങ്ങനെയാണ് അല്ലെങ്കിൽ മനസ്സിലാവണ്ടേ പറഞ്ഞത്. അങ്ങനെയാണ്. ഗദേ മോപ്പസാങ്ങിന്റെ ഒരു നോവലിലുണ്ട്. ഗദേ മോപ്പസാൻ പാരീസിലെ ഒരു തടാകത്തിലേക്ക് ഇങ്ങനെ വെള്ളാരം കല്ല് ഇറങ്ങിയിട്ട് ഈ കൈകൊണ്ടെറിഞ്ഞ ഈ വെള്ളാരം കല്ലുകൾ പിന്നീട് മോപ്പസാങ് വെച്ചാൽ മനുഷ്യനായി ഉടലെടുക്കുമെന്ന് പറയുന്ന ഒരു ചിന്ത ലോക പ്രശസ്ത നോവലിസ്റ്റായ ഗദേ മോപ്പസാങ്ങിന്റെ ഒരു കഥയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ ധാരണക്കപ്പുറത്തുള്ള ഒരു ചിന്തയാണ്. അതേതായാലും ഉണ്ടാവില്ലല്ലോ. പാറപ്പുറത്തോ വെള്ളാരങ്ങളിലോ കൊണ്ട് മനുഷ്യനുണ്ടാക്കാൻ കഴിയില്ലല്ലോ വികാരം കൊണ്ട്. അപ്പൊ ബേസിക്കലി വികാരം നല്ലതാ. പക്ഷേ ദീക്കിന്റെ വികാരം നല്ലതല്ല. അതൊക്കെ ഒരു ആവശ്യത്തിന് നല്ലത്. അതിമ കെട്ടിപ്പടയാൻ പാടില്ല. മൂന്നാമത്തത് മനസ്സിലായില്ല. ഉറാബ് കാക്കക്ക് തിന്നണമെന്നേ ഉള്ളൂ. തിന്നണം ഒഴിക്കണം, തിന്നണം. എപ്പോഴാണ് തിന്ന അപ്പൊ തന്നെ ഒഴിവാക്കും. മനസ്സിലായില്ല? ഫുൾ ടൈം തിന്നുകൊണ്ടേയിരിക്കും, ഫുൾ ടൈം ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? എന്നാ തീറ്റ നല്ലതല്ലേ? പറയും മനുഷ്യന്മാരെ, നല്ലതല്ലേന്നോ? നെസ്ർ എന്ന് പറഞ്ഞ പരുന്ത്, മേൽമത്തര. അതിന്റെ താഴാകാൻ അതിന്റെ മേലെ കയറാൻ ഒരാളെയും പരുന്ത് സമ്മതിക്കൂല. പരുന്ത് ഏറ്റവും മേലെയാണ്.
എന്നാൽ ചിലപ്പോൾ മേൽമത്തരം നല്ലതാണ്, അതൊരു പരിധിക്കപ്പുറം. മനുഷ്യനൊരു ഇക്രാമുണ്ട്, ആ ഇക്രാമിന് അനുസരിച്ച് മനുഷ്യൻ പോകരുത്. മനുഷ്യൻ ബഹുമാനിയാണ്, അവന്റെ ബഹുമാനത്തിനേക്കാളും താഴെയില്ല. എന്തുണ്ട് ബഹുമാനമുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും മേലെയാകണം എന്ന ചിന്ത മനുഷ്യന് പാടില്ല. എന്നാൽ അടിസ്ഥാനപരമായി ഇതൊക്കെ നല്ലതുമാണ്. അപ്പൊ ഈ 4 ജീവികളെയും സ്വഭാവം പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇനി മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താ? മുഅ്മിനീങ്ങൾ എന്നാൽ അല്ലദീന. അപ്പൊ മയിലിനെ കണ്ടാൽ ചന്തം ഓർമ്മ വരും, കോഴിയെ കണ്ടാൽ വികാരജീവിയെ ഓർമ്മ വരും, കാക്കയെ കണ്ടാൽ തീറ്റക്കാരനെ ഓർമ്മ വരും, പെരുന്തനെ കണ്ടാൽ അഹങ്കാരിയെ ഓർമ്മ വരും. മുഅ്മിനീങ്ങളെ കണ്ടാലോ? ഞാൻ ഈ 4 ജീവികളെ ബഹുമാനപ്പെട്ട മെമ്പർ തങ്ങളെ വസിയത്ത എന്ന് മെമ്പർ തങ്ങൾ പാപ്പ ഒരു 1.5-2.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മമ്പർത്തെ പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ബൈത്ത്. അപ്പൊ ഞാനിവിടെ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ? ഇങ്ങനെ വിവിധങ്ങളായ സ്വഭാവങ്ങളിലുള്ള മനുഷ്യരെ നമ്മൾ കാണും. മുഅ്മിനീങ്ങൾ എന്നാൽ ആരാണ്? അൽ മുഅ്മിനൂന. മുഅ്മിനീങ്ങൾ എന്നാൽ അല്ലദീന ഒരു ഭാഗം ആളുകളാണ്. അവരെ കണ്ടാൽ അല്ലാഹു വരും. അത് തന്നെ അവരനുസരിച്ചാ ജീവിക്കുക. അവരെ മനസ്സിന്റെ ചിത്രത്തിൽ ആരാണുള്ളത്? അല്ലാഹു. എന്നാ ഭൗതികമായ സംഗതി അവർക്ക് ഉണ്ടാവൂലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. നീ എപ്പോഴും ത്യാഗിയാകാൻ ശ്രമിക്കണം. ത്യാഗിയാവുക എന്ന് പറഞ്ഞാല് ത്യജിക്കുക, ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞാല് പണത്തോടുള്ള നിന്റെ ഹൃദയബന്ധത്തെ നീ കട്ട് ചെയ്യലാണ്. അതായത് നിനക്ക് എപ്പോഴും ചിന്ത എന്താവുക? എനിക്ക് എവിടെ പോയാലും പറയട്ടെ, എനിക്ക് കിട്ടണം, എനിക്ക് നേടണം, എനിക്ക് ലാ ഫഖദുല്ലഹു. പണം ഒഴിവാക്കണ്ട, പണം ഒഴിവാക്കണ്ട. എന്താ ഒഴിവാക്കേണ്ടത്? എന്താ ഒഴിവാക്കണ്ടേ? ഇങ്ങോട്ട് നോക്കൂട്ടി. എന്താ ഒഴിവാക്കണ്ടേ? ധനത്തോടുള്ള നിന്റെ ഹൃദയബന്ധത്തെ വർജിക്കണം. എന്ത് വർജിക്കണ്ട? ധനം വർജിക്കണ്ട. ധനം ഉണ്ടായിക്കോട്ടെ. വലിയ പൈസക്കാരനാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഭയങ്കര പൈസക്കാരനാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. അങ്ങനെ ഭയങ്കര പൈസക്കാരല്ല, വലിയ പൈസക്കാരനല്ലേ. അള്ളാഹു വേദ ഗ്രന്ഥങ്ങളിൽ വന്നു കൊടുത്ത ദാവൂദ് ബമ്പ പണക്കാരനല്ലേ, സുലൈമാൻ വലിയ പണക്കാരനല്ലേ. പക്ഷെ ആരാ സുലൈമാൻ? 12ാമത്തെ വയസ്സിൽ വാപ്പയെ തിരുത്തിയ മഹാനാ സുലൈമാൻ. എന്ന ഖുർആൻ പറഞ്ഞു. അത്രയും മഹാനാ സയ്യിദുനാ സുലൈമാൻ. 12ാമത്തെ വയസ്സിൽ നബിയായ ബാപ്പായെ തിരുത്തി. മേസിനി പണിക്ക് പോണ സുലൈമാനോ? സയ്യിദുനാ സുലൈമാൻ എന്ന് പറയുന്ന കുട്ടി എന്താ വിചാരിച്ചത്? ആരാ സയ്യിദുനാ സുലൈമാൻ? ആരാണ് സുലൈമാൻ? അള്ളാഹു വായുവിൽ പറക്കാൻ ആയിരക്കണക്കായ മനുഷ്യരെയും കൊണ്ട് പറക്കുക. ബാലരമയിൽ ഡിങ്കം പറക്കും പോലെയല്ല, മനസ്സിലായില്ല? അതൊക്കെ ഏതോ ടോമസിനെ പോലത്തെ ഒരു പൊട്ടന്റെ മാനസിക രഥ്യ മാത്രമാണ്. അതിനപ്പുറം വിലയില്ല. ഇത് പറക്കുന്നേ 10,000-കണക്കിന് പട്ടാളക്കാരെയും വസ്തുക്കളും എല്ലാ സാധനവും, ആയുധക്കോപ്പുകളും കുതിരയും ഒട്ടകവും മുഴുവനും സുലൈമാൻ പറയും, ഇറങ്ങട്ടെ, ഇറങ്ങണം. ഇവർക്ക് ഒറ്റക്കും ഇവർക്കൊന്നും മര്യാദക്കാൻ പോൾവാട്ട് ചാടാൻ കഴിയാത്തവർ വരെ ആ കൂട്ടത്തിൽ ഉണ്ടാവും. പിന്നെ പറക്കുന്നു, ഇവർക്ക് ഒന്നും പറക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട്? മാനത്ത് പറഞ്ഞ ചക്രവർത്തിയാ സുലൈമാൻ. എന്തുകൊണ്ട്? ഇതാ അള്ളാഹു കണ്ടാൽ അള്ളാഹുടെ ഓർമ്മ വരുന്ന. അപ്പൊ പൈസ ഒഴിവാക്കണമെന്നോ അപ്പൊ അധികാരം ഒന്നുമില്ല. ഇതെല്ലാം അവർ ആർക്ക് വേണ്ടി കൈവശപ്പെടുത്തി? അള്ളാഹു വേണ്ടി. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ വിഷയത്തിന്റെ മർമ്മം ഇതാണ്. മനുഷ്യനെ ദൃഷ്ടാന്തം 3 ജാതിയാ. ഒന്ന് പ്രാപഞ്ചിക ദൃഷ്ടാന്തം, 2 പ്രവാചക അദൃശ്യ കാര്യങ്ങളുടെ ദൃഷ്ടാന്തം. അദൃശ്യ കാര്യം എന്താ പറയാ അമാനുഷിക ദൃഷ്ടാന്തം. അതായത് ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയൂല. പ്രവാചകന്മാരും ചെയ്യും, അതിനുശേഷവും ചെയ്യും. എത്രയോ വേണ്ട നമ്മ വേണ്ട, രോഗം വേണ്ട, രോഗം വന്നാൽ രോഗം വേണ്ട, രോഗം ഉണ്ടാവില്ല. അപ്പൊ ആളുകൾ ഈമാൻ കൊള്ളും. അതിനെ തൊട്ടൊക്കെ ചില ആളുകൾ ഇതിനും തിരിഞ്ഞടക്കും. നമ്മുടെ നാട്ടിൽ ബീരാനലി പാപ്പ എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു, വലിയ ആളാ. ബീരാനലി പാപ്പ ഭയങ്കര ദൃഷ്ടാന്ത. ഈ എന്താ പറയാ, മലപ്പുറത്തേക്ക് പോകുന്നതിനുള്ള കൂട്ടിലങ്ങാടി പോയക്ക് താഴെ ഇറങ്ങിയിരിക്കും.
ക്ഷാമത്തിന്റെ കാലത്ത് മരിച്ചിട്ട് 40 കൊല്ലേ. ബീനാലുപ്പാപ്പ മരിച്ചിട്ട് 40 കൊല്ലത്തിലേറെ കഴിഞ്ഞ് ആ കൂട്ടിലങ്ങാടി പുഴന്റെ അടിയിലേക്ക് ഇറങ്ങി നിൽക്കും. കർക്കിടക മാസത്തില് മനുഷ്യന്മാർ ചന്തക്ക് പോകുമ്പോ മൂപ്പര് എന്ത് പറയും? ഇതാ ചായ കുടിക്കാതെ പോണോരെ, സർക്കാരിന്റെ ചായ ഉണ്ടല്ലോ, കുടിച്ചു പോയിക്കോളേ എന്ന് പറയും. ആളുകളെല്ലാം വിളിക്കും. ഔലിയാപ്പാപ്പ വിളിച്ചപ്പോ എല്ലാവരും ചെല്ലും. കയ്യിലൊരു കോപ്പയുണ്ടാവും. നേരെ കടലുണ്ട പുഴയിലൂടെ ഇങ്ങനെ ഉദരം മറിഞ്ഞു വരുന്ന തീട്ടം അടക്കമുള്ള സാധനങ്ങൾ മുഴുവൻ കുത്തി ഒലിച്ചു വരുന്ന ഇതാണല്ലോ കർക്കിടക മാസത്തിലെ വെള്ളം. അറിയാടാ കുട്ടികളെ, ഇത് നേരെ ബീരാലപ്പാപ്പ കോപ്പണ്ട് നോക്കും, ഇതാ കൊടുക്കും. 1-ാം നമ്പർ അടിക്കാത്ത ചായ, സർക്കാരിന്റെ ചായയാണ്, കുടിച്ചു പോയിക്കൊള്ളുന്ന പൈസ വേണ്ട, സർക്കാരിന്റെ ചായ. ആരാ സർക്കാർ? അല്ലദീന ഇതാണ് അള്ളാന്റെ ഏജൻസികളാ. മനസ്സിലായില്ല? ഇതൊക്കെ ഇത് കണ്ടാളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കണ്ടാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഇന്നുണ്ട്. കണ്ടാൾ ഇന്ന് ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിം എന്നോട് പലവട്ടം പറഞ്ഞു, ഞാൻ നേരിട്ടിട്ടുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിന്റെ പ്രിൻസിപ്പാൾ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അങ്ങനെ എത്ര ആളുകൾ, എത്ര സംഭവം. അപ്പൊ നോക്കുന്ന അതൊരു ദൃഷ്ടാന്താ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ഒരു ഉദാഹരണം. അങ്ങനെ ധാരാളം ആളുകളുടെ ചരിത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വലിയ വലിയ കഴിവ് കൊടുക്കും. എന്തിന്? അവർ അള്ളാഹുവിനെ പരിചയപ്പെടുത്തും. അവർക്കൊന്നും ഉണ്ടാവില്ല. ഒരു രോഗം വന്ന് പറഞ്ഞാൽ നാട്ടിലെ വലിയൊരു മുതലാളി വന്ന് പറഞ്ഞു എനിക്ക് രോഗമാണ്, അല്ലെങ്കിൽ ഇന്ന മോൾക്ക് രോഗ, ഇന്ന മോന് രോഗ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, മുതലാളിന്റെ രോഗം മാറ്റുന്നതിന് മുമ്പ് നേരെ മുതലാളിന്റെ വീട്ടിൽ പോകും. അക്കാലത്ത് മുതലാളിമാർക്കൊക്കെ കാര്യമായുള്ള സംഭവത്തിൽ വലിയ നെല്ലുണ്ടാവും, ഇഷ്ടംപോലെ കന്നുകളുണ്ടാവും. കൂട്ടത്തിലെ ഏറ്റവും വലിയ പോത്തിനെ പിടിക്കാൻ പറയും, ആ പോത്തിനെ പിടിക്കും. അറക്കാൻ പറയും, അറക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത്ര അരി എടുത്തിട്ട് വലിയ ചെമ്പിലിട്ടിട്ട് ചോറും കറി പോത്തിറച്ചി ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നാട്ടിലെ മുഴുവനും പാവപ്പെട്ടവരെ വിളിച്ചോണ്ടിരാൻ മുതലാളിനോട് പറഞ്ഞേൽപ്പിക്കും. എല്ലാവരും വരും, അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദിക്ർ ഏൽപ്പിക്കും. കഴിഞ്ഞിട്ട് എല്ലാവരും തിന്നും. ഔലിയാ ബാബക്ക് തിന്നാൻ വേണ്ട, മൂപ്പർക്ക് വേണ്ട എന്താ? ആഴ്ചകളായി മര്യാദക്ക് ഭക്ഷണം കിട്ടാതെ നടക്കണ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യും? ഒരു ഭക്ഷണം കൊടുത്ത് ഇറങ്ങി പോകുമ്പോ പറയും ഇനി ആ രോഗം വേണ്ടട്ടോ, പിന്നെ ആ രോഗം ഉണ്ടാവില്ല. അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് അല്ലാഹുമ്മ ജഅൽനാ മഅഹും അല്ലാഹുമ്മ ജഅൽനാ മഅഹും അല്ലാഹുമ്മ ജഅൽനാ മഅഹും അല്ലാഹുമ്മ ജഅൽനാ മഅഹും. അവർക്ക് തിന്നാനല്ല, അവർ തിന്നൂല, അവർക്ക് തിന്നാനല്ല, പാവപ്പെട്ട മനുഷ്യന്മാരെ കൂട്ടുക. മനസ്സിലായില്ലേ? ഇത് രണ്ടാമത്തെ ദൃഷ്ടാന്താണ്. മനസ്സിലായാലേ? ഞാനത് വിശദീകരിക്കുന്നില്ല. ദൃഷ്ടാന്തങ്ങൾ 3 ജാതിയ. ഈ 3ാമത്തെ ദൃഷ്ടാന്തമാണ് എന്ത്? അള്ളാഹുവിന്റെ കൽപ്പനയുടെയും ശാസനയുടെയും ദൃഷ്ടാന്തമായ എന്ത്? പരിശുദ്ധ ഖുർആൻ, വേദഗ്രന്ഥങ്ങൾ. ഈ 3 കാര്യത്തിൽ നിന്നും മനുഷ്യൻ പിന്തിരിഞ്ഞ് നടക്കും. എന്തിനാ മനുഷ്യൻ പിന്തിരിഞ്ഞ് നടക്കുന്നത്? പിന്തിരിഞ്ഞ് നടന്നിട്ടില്ലെങ്കിൽ മനുഷ്യൻ നേരാൻ വഴിക്ക് നടക്കേണ്ടി വരും. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് അവൻ കയറാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് അവൻ പ്രപഞ്ചത്തിലെ മഹാത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് അവൻ അമ്പിയാക്കളെ പറ്റിയോ ഔലിയാക്കളെ പറ്റിയോ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് അവനെ ഈ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ ശാസനകളെയും കൽപ്പനകളെയും ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? 2 കാരണം. ഒന്ന്, ഇതിനപ്പുറമുള്ള ലോകത്തിൽ അവന് വിശ്വാസം ഇല്ല. 2, അത് വിശ്വസിച്ചാൽ ഉണ്ടാവുന്ന പൊല്ലാപ്പ് അവനറിയാം, അതുകൊണ്ട് വിശ്വസിക്കാൻ തയ്യാറുമല്ല, നല്ലതല്ല, അതിന് പിന്നെ പണിയാണ്, അപ്പൊ അതിനവൻ തയ്യാറുമല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ വിഷയത്തിന് മർമ്മം എന്താണെന്നറിയോ? എനിക്കിങ്ങനെ തോന്നുക, ഞാൻ ഇന്നലെ ഒരു വിഷയം പഠിച്ചപ്പോ എനിക്കിങ്ങനെ തോന്നുക, ഇനിയുള്ള കാലഘട്ടം ഈ 3ൽ നിന്നും ആളുകൾ പിന്തിരിഞ്ഞു. ഔലിയാക്കളെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, ഏതായാലും ഇല്ല, ഔലിയാക്കളും കുറവ്. 2, പിന്നെന്ത്? പ്രപഞ്ച ദൃഷ്ടാന്തത്തെ പറ്റി മനുഷ്യൻ ചിന്തിക്കൂല. നേരത്തെ നിലയ്ക്ക് ചിന്തിക്കുന്നല്ലാതെ എന്തില്ല? ഒരു ഭൂമിയെ കാണുമ്പോ, ഒരു മലഞ്ചേരി കണ്ടുമ്പോ അത് കണ്ടം വിട്ടി വിൽക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നല്ലാതെ എന്തില്ല? അതിനപ്പുറത്തേക്കൊന്നും ആലോചിക്കൂല. പിന്നെ വേദഗ്രന്ഥത്തിലെ ശാസനവും കൽപ്പനവും എന്താവില്ല? ചിന്തിക്കൂല. അവിടെയാണ് നമ്മൾ കണ്ട ചെറുപ്പക്കാരനെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത്. സ്വന്തം കുടുംബത്തില് മരിച്ചുപോയ ആളുകളുടെ ശിക്ഷകള് കാണാനുള്ളൊരു ഭാഗ്യ ഒരു വ്യക്തിക്കുണ്ടായ ഒന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഒരാളുണ്ടാവണം, ആ ആള് അവന്റെ ഖബർ ശിക്ഷ നേരിട്ട് അവന് കാണിച്ചു കൊടുക്കാൻ കഴിയണം. അങ്ങനത്തെ ഒരാളുണ്ടാവും. ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ച് പോയി, ഇനിയുള്ള കാലത്ത് വളരെ ലേശം പറഞ്ഞിട്ട് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താലേ മനുഷ്യൻ നന്നാവുള്ളൂ. മനസ്സിലായില്ല? അവൻ നരകത്ത് കിടക്കുന്ന തന്നെ കാണിച്ചു കൊടുക്കുക, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ സ്വന്തം നരകം കാണിച്ചു കൊടുക്കും.
അപ്പോൾ ഏകദേശം മനുഷ്യന്മാരൊക്കെ അതുവഴി അള്ളാഹു വിചാരിച്ചാലോ കന്നോ ബാക്കിയുള്ളൊരു സിഹറാന്ന് പറഞ്ഞു പോകും. ഇങ്ങനെ സ്വന്തം സ്വർഗം നരകം, സ്വന്തം ഖബർ ജീവിതം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആമർ കൊണ്ട് അടി കിട്ടാൻ തന്നാൽ എന്തോ അയാൾ ചെറിയ അബദ്ധം സംഭവിച്ചു പോയതായിരിക്കും. എത്ര ഭയാനകമാണ് ആ കാര്യങ്ങളൊക്കെ. ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന് ഖബർ ജീവിതത്തിൽ വ്യഭിചരിച്ചൊരു മനുഷ്യനെ, ഇപ്പൊ ഖുർആന്റെ ഒരു ആയത്താണ്, ഒരു ദൃഷ്ടാന്താണ്, കൽപ്പന ശാസന ദൃഷ്ടാന്തമാണ്. വ്യഭിചരിക്കാൻ പാടില്ല. വ്യഭിചരിച്ചവന്റെ ശിക്ഷ എന്താണ്? ആ വ്യഭിചരിച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവന്റെ ലൈംഗികാവയവങ്ങളെ അല്ലെങ്കിൽ അവളുടെ ലൈംഗികാവയവം അന്ത്യനാൾ വരെ വലിയ വലിയ തേള്, പാമ്പ് എന്നതിനെ കൊണ്ട് അല്ലാഹു തആല അധികാരം ഏൽപ്പിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണ്. എത്ര ലോഡ് ഹദീസ് നിങ്ങൾക്ക് വേണ്ട റസൂൽ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? വ്യഭിചാരത്തിൽ നിന്ന് ഒരാൾ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഹബീബായ നബി പറഞ്ഞു, ഞാൻ ഖബറിന്റെ അരികിലൂടെ നടന്നു പോയപ്പോ പറഞ്ഞു, എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരും. പിന്നെ ഞാൻ തുറന്ന് കാണിച്ചു തന്നാൽ പിന്നെ നിങ്ങൾക്കത് പ്രയാസോ? പിന്നെ എന്റെ സ്വഹാബിയായ നിങ്ങൾക്ക് തുറന്ന് കാണിച്ച എന്താ ആവശ്യം? ഇല്ല. ഞാൻ എങ്ങാനും ഖബറിൽ നടക്കുന്ന കാര്യം തുറന്നിട്ട് കാണിച്ചു തന്നാൽ പിന്നെ ഒരാളെ നിങ്ങൾ ഖബറിൽ മറവിയൂല. മുത്ത റസൂൽ പറഞ്ഞു. കാരണം മനസ്സിലായില്ല, പറഞ്ഞത് മനസ്സിലായോ? അതായത് ഖബറിൽ നടക്കുന്ന കാര്യം ഞാൻ നേരിട്ട് കാണുന്നത് ഞാൻ നിങ്ങൾക്ക് എങ്ങാനും കാണിച്ചെന്നാ പിന്നെ നിങ്ങൾ ഒരാളെയും മറിയൂല. നിങ്ങളെ വാപ്പ മരിച്ചാൽ ഉടനെ പറയും, എന്റെ വാപ്പാനെ പറ്റൂല, ഖബർക്ക് പറ്റൂല, ഖബർക്ക് അങ്ങനെ ഞാൻ സമ്മതിക്കൂല. കാരണം മനസ്സ് പറഞ്ഞില്ലേ, കാരണം അത്രയും ഭയാനകമാണ് എന്ത് ഖബർ. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു കടമ്പയാണ് ഖബർ. ഒമാ തഅതീഹിം മിൻ ആയത്തിൻ ഇല്ലാ മിൻ ആയാത്തി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. അല്ലാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നേരെ വൈകിട്ടില്ലല്ലേ? പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ വ്യഭിചരിച്ചാൽ ആ വ്യഭിചരിച്ച മനുഷ്യന്റെ ശിക്ഷ വളരെ വലുതാണ്. ഒരു മനുഷ്യനെ പലിശയുടെ മുതൽ തിന്നാല് ആ മനുഷ്യന്റെ ഖബർ ജീവിതം എങ്ങനെയെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തത്തിന്റെ ഒരു പുഴ അവന്റെ ഖബറിൽ സൃഷ്ടിക്കും. അതെങ്ങനെയെന്ന് എന്നോട് ചോദിക്കണ്ടാണ്. എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ അറിയേണ്ട ആവശ്യമുണ്ടോ? അതെങ്ങനെയാണ്? അത് ഉറപ്പാണ്. എനിക്ക് ഉറപ്പാ. എന്തുകൊണ്ട്? എടാ കുട്ടിയെ, ഒരു തുള്ളി വെള്ളം ഉമ്മാന്റെ വയറ്റിലേക്ക് വെച്ച ബാപ്പാക്ക് 3.5 കിലോ ഉള്ള കുട്ടീനെ തിരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയ അത്ഭുതമൊന്നും ഖബറിൽ വേണ്ട. അതാണ് വലിയ അത്ഭുതം. നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടാ? നിങ്ങൾ ഇവിടെ ഉണ്ടാ? എന്താണ് വന്നിട്ട് ഇരിക്കണം? പറഞ്ഞത് മനസ്സിലായില്ലേ? ഖബറിൽ എങ്ങനെ പുഴ നിറക്കാനല്ലേ ചോദ്യം. എന്താണോ അല്ലാഹു തആലക്ക് കഴിയാത്തത്? ഒരു തുള്ളി വെള്ളം, ആ ഒരു തുള്ളി വെള്ളം മൊത്തം അണ്ഡാശയവുമായി ചേരൂല, അണ്ഡവുമായി ചേരൂല. പിന്നെന്താ? അണ്ഡാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ഡത്തിന്റെ വളരെ സൂക്ഷ്മമായ ഒരു കണിക ഈ ബീജത്തിന്റെ വളരെ സൂക്ഷ്മമായ കണികയുമായി ചേർന്നാണ് ഒരു കോശങ്ങൾ. ബാക്കിയൊക്കെ ഇതിന്റെ ബാക്കിയാണ് അല്ലെ? അങ്ങനെയാണല്ലോ. ആ ഇത്ര നിസ്സാരമായ ഭൂതക്കണ്ണാടിയിലൂടെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രം കണ്ടെത്താവുന്ന ഈ കോശത്തിൽ നിന്നാണ് പിന്നെ 3.5 കിലോ തൂക്കമുള്ള കുട്ടി കനം കൂടുതലാണ്. ഓപ്പറേഷൻ ചെയ്യല്ലാതെ നിർവാഹമില്ല. തൂക്കം കൂടാൻ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം പറഞ്ഞതിനാണ് പറഞ്ഞത്. എന്താടോ ചിരിക്കണത്? അള്ളി റസൂലും ഖുർആനും പറഞ്ഞില്ല എന്തിനാ വിളിക്കേണ്ട ആവശ്യം? മനുഷ്യ ഇജ് നന്നാക്കണമെങ്കിൽ ഈജ് എവിടുന്നാണ് ഉണ്ടായതെന്ന് ചിന്തിക്ക്. ഹുലിഖ, മനുഷ്യനെ അള്ളാഹ് ഉണ്ടാക്കിയത് മിമ്മ ഇൻ ദാഫിഖിൻ, തെറിച്ച് പുറപ്പെടുന്ന വെള്ളത്തിൽ നിന്നാണ്. വാരിയലിന്റെയും മുതുകലിന്റെയും ഇടയിൽ പുറപ്പെടുന്ന ഒരു കറണ്ട്, അതിന്റെ നിസ്സാരമായ കറയിൽ നിന്നാണ് ഇജുണ്ടായത്. മുത്ത റസൂൽ ഒരിക്കൽ ഷറഫാക്കപ്പെട്ട കയ്യിലേക്ക് റസൂൽ തുപ്പിയിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, എടാ അള്ളാഹ് പറയുന്നുണ്ട്, എടാ അഹങ്കരിച്ച് ഇങ്ങനെ 2 കാലുമ ചാടി നടക്കണോനെ അള്ളാഹ് പറയുന്നടാ, ഈ തര വൃത്തികെട്ട സാധനത്തിൽ നടാ ഞാൻ എന്നെ പടച്ചത്, ജിന്റെ മുന്നിൽ ചാടണ്ട. മനസ്സിലായില്ല? വൃത്തികെട്ട, മനസ്സിലായി പറഞ്ഞു. മനുഷ്യൻ ചിന്തിക്കണം. അതിനേക്കാൾ വലിയ അത്ഭുതമൊന്നും അല്ലല്ലോ എന്ത്
പറഞ്ഞത് മനസ്സിലായില്ലേ കുട്ടി? ഖബറിൽ രക്തപ്പഴയ, ഇത് അങ്ങനെ ദൃഷ്ടാന്ത, ഇത് ഈമാനുള്ളവർ മനസ്സിലാക്കാൻ അങ്ങനത്തെ ഉറപ്പായിട്ട് അതൊരു പ്രയാസമുള്ള സംഗതിയല്ല. അള്ളാഹുവിനതൊക്കെ നിസ്സാരാണ്. അതെങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു ഖബർ ജീവിതം നന്നാക്കി തരട്ടെ. മനസ്സ് തുറന്ന് പറ, മനസ്സ് തുറന്ന് പറ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഖബർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും പോലെ അല്ല. അത് ഭയങ്കരമാണ്, അത് ഭയങ്കരമാണ്. ഖബർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഖബർ രക്ഷപ്പെട്ട എല്ലാം രക്ഷപ്പെട്ടു. ഖബർ നാശായി ഒക്കെ നാശായി. അത് ആഖിറത്തിലെ ആദ്യത്തെ വീടാണ്. അവിടുന്ന് രക്ഷപ്പെട്ടാൽ ബാക്കിയൊക്കെ രക്ഷപ്പെട്ടു എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ് ഈ ദൃഷ്ടാന്തം. മുത്ത റസൂൽ എത്രവട്ടം പറഞ്ഞിട്ടുണ്ട്. നമ്മളാകത്ത് ദിവസേന കൊണ്ടുവന്നിട്ട് മനുഷ്യന്മാരെ മറവിയുണ്ട്. പഴയ കാലത്ത് 6 മാസത്തിൽ നമ്മളെ മലില് മരണം ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം എല്ലാ ദിവസവും നമ്മൾ ഇതിന്റെ അടി പേക്കാക്കണം. ചിന്തിക്കൂല. പഠിച്ചവനെ ഒരിക്കലിന്റെ ഉള്ളിലേക്ക് പോകണോ നമ്മൾ ചിന്തിക്കണില്ല. അതിലിങ്ങനെ പാക്ക് വെച്ചിങ്ങനെ അടിച്ച് കയറ്റി എല്ലാം വിടവൊക്കെ തീർത്ത് മനുഷ്യനെ ഒഴിവാക്കുക. പിന്നെ ആ മനുഷ്യനെ മാശരയിൽ കണ്ടെങ്കിൽ കണ്ടു, ഇന്നില്ല. അവൻ നമ്മളെ ഭാര്യയാണ്, അവൾ നമ്മളെ ഭാര്യയാണ്, അവൾ നമ്മളെ ഒപ്പയാണ്, അവൾ നമ്മൾ ആ പെണ്ണിനെ കാണും. ഇന്നലെ രാത്രി നിങ്ങളൊക്കെ കൂടെ കിടന്നുറങ്ങിയ വിവാഹിതരെ, നിങ്ങളെ ഭാര്യമാരെ ഇനി മാശറിയിൽ നിങ്ങൾ കാണും. നിങ്ങളെ ഭാര്യയെ നിങ്ങൾ അവൾ മരിച്ചിട്ട് നിങ്ങൾ പേക്കാക്കും. എവിടേക്ക്? ഭാര്യയുടെ കുട്ടിയെ ഖബറിക്ക് പേക്കാക്കിയിട്ട് കരയും. എല്ലാവരും കാര്യം. എന്റെ പുതിയ പോയല്ലോ, എന്റെ ഇഷ്ടപ്പെട്ട ഓള് പോയല്ലോ, ഞാൻ ഇവളില്ലാതെ എങ്ങനെയാ ജീവിക്കാം ഒക്കെ പറഞ്ഞ് നമ്മൾ കരിഞ്ഞ് റബ്ബേ എനിക്ക് ഖബർ മാന്തിയിട്ട് എന്റെ പെണ്ണിനെ പുറത്തെടുക്കാൻ തോന്നുകയാണെന്ന് വരെ പറയും. ഭാര്യ മരിച്ചതിന്റെ പേരിൽ മനുഷ്യന് ഭ്രാന്താവും. അങ്ങനെ ആയവരുണ്ട്. സ്നേഹം ഇല്ലാത്തതൊന്നും ഉദാഹരണമല്ല കേട്ടോ, സ്നേഹം തന്നെ. ഇനി ആയത്ത് ഓദ്യടാ ആയത്ത്. ഈ പെണ്ണിനെ മാശറിൽ കാണുമ്പോൾ ഞാൻ അന്ന് നിന്നെ കുയ്യിറക്കിയിട്ട് മൂടിയപ്പോ പടച്ചോനെ ഈ പോയതിൽ ഞാൻ വേദനിച്ചതാണ്. ഇന്ന് നമ്മൾ വീണ്ടും കണ്ടല്ലോ. എന്റെ മുത്തുമോളെ എന്ന് പിടിക്കൂല. കാണാൻ പറ്റിയ നേരം എടാ ഇന്നലെ രാത്രി നിങ്ങളൊക്കെ കേറി കടന്ന പെണ്ണിനെ പറ്റിയാണ് പറഞ്ഞത്. എന്തിനാണ് ഇവിടെ കുറെ ക്ലാസ്? ഇവിടെ കല്യാണമല്ല, ഇവിടെ വളരെ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ഇവിടെ ക്ലാസ്സിന് വന്നാൽ മതി. ഇത് ആള് കൂടേണ്ട ക്ലാസ് അല്ല, പരമാവധി ആള് കുറയേണ്ട ക്ലാസ്സാണ്. എത്ര ആള് കുറഞ്ഞാൽ അത്രയും അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ട്? മുഹമ്മദ് എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നടാ മക്കത്ത്. ഇത് കേട്ടിട്ടുണ്ടടാ ആ മനുഷ്യനെ പറ്റി? ആ മനുഷ്യൻ ആദ്യമായി പറഞ്ഞു കൊടുത്ത റൂമിൽ 3-4 ആളെ ഉണ്ടായിരുന്നുള്ളൂ. ആ മനുഷ്യൻ ആ ഗർഭഗ്രഹം പോലെയുള്ള ചെറിയ ഒരു വീട്ടിൽ പറഞ്ഞു കൊടുത്തതാണ്. ഇന്ന് ലാബൈത്തു മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു ദീനി എന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഒരു കുടിയിലും ഒരു കൊട്ടാരത്തിലും എന്റെ സന്ദേശം എത്താതിരിക്കൂല. 3-4 ആളിൽ നിർത്തി പറഞ്ഞു കൊടുത്തടാ. കുറെ ആളവിടെ ആവശ്യമില്ല. ഇത് കല്യാണല്ലടാ. തലോണ്ട് ചിന്തിക്ക്. തൂർണ മൂടുകൊണ്ടല്ല, തല കൊണ്ട് ചിന്തിക്ക്. തലച്ചോറ് കൊണ്ട് ആലോചിക്ക്. എന്താണ് ഈ പറഞ്ഞത്? നമ്മൾ പേക്കാക്കുന്ന നമ്മളെ ഭാര്യ കഴിഞ്ഞ ആഴ്ച ഒരായത്തെടുത്തല്ലോ. എടുക്കായത്ത് എടുക്കടായത്ത് എടുക്കടായത്ത്. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. കണ്ടില്ലേ? ഓതി എടുക്ക്. എത്രാമത്തെ മുതൽ? ലാസ്റ്റ് എത്ര? 34 മുതൽ അല്ലെ? 54 മുതൽ ഓതി. എടുക്കടാ
എത്ര കാലായി ഇവിടെ ഇങ്ങനെ വന്നിട്ട് കുന്തം മുണിയ മാതിരി ഇരുന്നിട്ട് എന്ത് കാര്യം? ഓരോരുത്തർ പറയാ ഞാൻ ഇത് എന്ത് ക്ലാസ്സാണ്, ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കുഴങ്ങിയിട്ട് പോരുകയാണ്. എന്തിനാടാ കുഴങ്ങണത്? അള്ളാന്റെ പൊരുത്തുണ്ടെങ്കിൽ ആരടാ? എന്തിനാടാ അവിടെ കുറെ ആളുകൾ കുഴങ്ങി വരേണ്ട ആവശ്യം? പടച്ച തമ്പുരാന്റെ പൊരുത്തം റഹ്മത്തുള്ളാന്റെ ക്ലാസ്സിലുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. നിങ്ങൾ ഇവിടെ തങ്ങന്മാരുണ്ടാവുന്ന എഴുതിയും വരണ്ട, നിങ്ങൾ ഇവിടെ മൂല്യന്മാരുണ്ടാവുന്ന എഴുതിയും വരണ്ട. ഇവിടെ ഈ ക്ലാസ് നടക്കാൻ ഇതിൽ അള്ളാന്റെ പൊരുത്തുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളി. ഇതിന് അള്ളാന്റെ പൊരുത്തത്തെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കാം. ഈ പറയുന്നവരൊന്നും മോശം നടത്തല്ല, അവർക്കൊക്കെ വേറെ 100,000 പണി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും തങ്ങന്മാര് വരാത്ത. അതിലൊന്നും നിങ്ങൾ ബേജാറാണ്ട. ഓലെ പണിയൊക്കെ കഴിയുമ്പോൾ ഒരാക്കം പോലെ വരും ഇൻഷാ അള്ളാ. നമ്മളെ പണി നമ്മൾ മുന്നോട്ട് പോവാ. നമുക്കിവിടെ വിഷയം എന്താ? നമ്മളെ മൂട്ടിൽ ചൂട് വെക്കണം. അതിനുള്ള ആയത്താ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അമേരിക്കയിലെ രജാകരോടിന്റെ പുസ്തകമല്ല വായിക്കേണ്ടത്. അതുകൊണ്ടൊന്നും ഈമാൻ ഉണ്ടാവില്ല. ഇത് വായിക്കും. അമേരിക്കയിലെ രജാകരോട് എന്ത് പറഞ്ഞു? പിന്നെ വേറെ പേര് പറഞ്ഞു. അറിയടാ, പുതിയ പുതിയ സയന്റിസ്റ്റുകളെ പേര് പറയടാ. ഇസ്ലാമത്തിൽ എന്താണ്? ഓരോ സയന്റിസ്റ്റുകളെ പേര് പറയടാ. സയന്റിസ്റ്റിന്റെ പാക്കല്ലടാ, ഈ സയന്റിസ്റ്റിനെ പടച്ച അള്ളാന്റെ പാക്ക് കേക്ക്. ഓത് ഓതേണ്ടത്. അത് പഠിക്കും. ഈ കബർക്ക് പേക്കാക്കിയ പെണ്ണിനെ പേക്കാക്കിയപ്പോ ഈ കരഞ്ഞ് പിന്നെ അവളെ മഹ്ശറിൽ കാണുമ്പോൾ എന്താ വേണ്ടത്? പരശോനെ എന്റെ മമ്മത്തോ നമ്മൾ അന്നാളെ കണ്ട് പിരിഞ്ഞതല്ലേ എന്റെ കുഞ്ഞാമ്മ എന്റെ കുഞ്ഞാമിനെ എന്ന് പറഞ്ഞിട്ട് നമ്മള് പരശോനെ എന്റെ കുഞ്ഞാമിനെ ഞാൻ അന്ന് പേക്കാക്കിയിട്ട് ആദ്യാണല്ലോ കാണുന്നത്. പൊന്നാരന്റെ കുഞ്ഞാമിനെ ഇതില്ലാതെ പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്തെന്നറിയോ? ഞാൻ ഒരുത്തിനെ കെട്ടി, അത് അവസാനം പീറ്റായി, പിന്നെ വേറൊത്തിനെ കെട്ടി, അങ്ങനെ ബേജാറിലായി. അങ്ങനെ ഞാനാണ് മരിച്ചു കിട്ടി എന്റെ കുഞ്ഞാമിനെ. അന്നെ കിട്ടിയത് ഭാഗ്യം അൽഹംദുലില്ലാഹ് എന്നല്ലടാ പറയാ. പിന്നെന്താ പറയാ? يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. ക്ലാസ്സിൽ വന്നിട്ട് സയൻസ് അല്ലടാ പഠിക്കേണ്ടത്. ഖബറിൽ സ്വന്തം മുഖം കുത്തിവെക്കുന്ന ഖബറിനെ പറ്റി പഠിക്ക്. പടച്ചന പുരാനെ പൊരുത്തല്ലാതെ ജീവിച്ചാൽ ഖബറിൽ ഉണ്ടാകുന്ന അദാബിനെ പറ്റി പഠിക്ക്. അവനവൻ അഭിമുഖീകരിക്കാനുള്ള നാശമായ നാളത്തെ ജീവിതത്തെ പറ്റി പഠിക്ക്. ഏതൊരു മനുഷ്യനും ഓടിക്കളയും ഏതിനെയും മനുഷ്യനെയും കാണുമ്പോൾ അള്ളാന്റെ മഹ്ശറിൽ വെച്ച് ഓടിക്കളയും. പിന്നെ ഉമ്മാനെ കാണുമ്പോ ഓടിക്കളയും. സ്വന്തം ഉമ്മാനെ കാണുമ്പോ ഓടിക്കളയും. ഓരോരുത്തർക്കും ഉമ്മണ്ടല്ലോ. എന്താ ഉമ്മാന്റെ ഒക്കെ സ്നേഹം മക്കളോട്. സ്നേഹമുള്ളവരെ ഉമ്മാനെ പറ്റി പറയണം, ബാക്കിയുള്ളവരെ പറ്റി ഇവിടെ വർത്താനല്ല. സ്നേഹമുള്ള ഉമ്മാരെന്നല്ലേ നമ്മളെ ഉമ്മാക്കൊക്കെ സ്നേഹം. എന്താണെങ്കിലും സ്നേഹം ഉണ്ടാവും, എന്താണെങ്കിലും സ്നേഹമുണ്ടാവും. ഉമ്മയാണോ സ്നേഹം ഉണ്ടാവും, മകൻ അങ്ങോട്ടും സ്നേഹം ഉണ്ടാവും. പുറം പൂച്ചിലല്ല, ഉള്ളിലുണ്ടാവും. അള്ളാഹു തആല ഒക്കെ തരട്ടെ. നിങ്ങളെ ഉമ്മ എന്താ? നിങ്ങളെ ഉമ്മാനോട് നിങ്ങൾക്കുള്ള സ്നേഹം, നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മാനോടുള്ള സ്നേഹം. ഞാൻ 1-2 ദിവസം എൻ്റെ പുരയിലില്ലാത്ത ഫോൺ ചെയ്ത് മുഴുവൻ ഉമ്മയാണ്. 1-2 ദിവസം വരില്ല. ഫോണോട് ഫോൺ. എപ്പോഴാ വരിക, എപ്പോഴാ വരിക? ആകെ 2 ദിവസം ഇല്ലാത്ത ഉമ്മാക്ക് ഞാൻ എവിടെ പോയി എന്തായി ബേജാറ്, വലിയ ഒറ്റപ്പാട്. എന്തുകൊണ്ട്? ഉമ്മാക്ക് ആകെയുള്ള മകനാണ്, ഉമ്മാക്ക് കാണാതിരിക്കാൻ പറ്റൂല. ഉമ്മാക്ക് ബേജാറാണ്. ഈ ഉമ്മാനെ നമ്മൾ ഉമ്മാനെയും ഉമ്മ നമ്മളെയും കാണും. എന്നിട്ടോ നോക്ക്, ഏതൊരു മനുഷ്യനും ഓടിക്കളയും. ജേട്ടനെയും അനുജനെയും കാണുമ്പോൾ അള്ളാന്റെ മഹ്ശറിൽ വെച്ച് സ്വന്തം ഉമ്മയെ കാണുമ്പോൾ പശുവിനെ ഉമ്മാനെ കാണേണ്ട നേരല്ല, കാണണ്ട. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഉമ്മയെ മകന്റെ നേർക്ക് ഉമ്മ കണ്ടുമുട്ടിയാൽ ഉമ്മ പറയും, മകനെ ഹമൽതുക, നിന്നെ ഞാൻ ഗർഭം ധരിച്ചില്ലടാ. അതെ, വളഅതുക, നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ലടാ. വതഖൽതുബിക, നിന്റെ കാര്യത്തിൽ ഞാൻ വലിയ ഭാരം അനുഭവിച്ചില്ലടാ. വഅർളഅതുക, നിനക്ക് ഞാൻ മുലപ്പാൽ
നിന്റെ മോശപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് നിന്നെ നിന്നെ ഞാൻ ഭംഗിപ്പെടുത്തിയിട്ടില്ലടാ. ഞാൻ പലതും ചെയ്ത് പിന്നെ ഞാൻ ഒരു 10 മാസത്തോളം ഏറ്റി. പിന്നെ ഞാൻ നിന്നെ വേദനിച്ച് പ്രസവിച്ച്. പിന്നെ ഞാൻ നിന്നെ മുലപ്പാൽ 2 കൊല്ലം തന്ന്. പിന്നെ ഞാൻ നിന്നെ വളർത്തി 5-8 വയസ്സാണത് വരെ പലതും തന്ന്. പിന്നെ ഞാൻ എൻ്റെ വൃത്തികെട്ട മാലിന്യങ്ങൾ നീക്കി. അന്നൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്തു മോനെ. അതിനൊന്നും ഒരു പകരം ഉമ്മ ചോദിച്ചിട്ടില്ല. ഉമ്മാക്കിപ്പോ അള്ളാന്റെ കോടതിയിൽ പോകാൻ ഒരു നന്മയെങ്കിലും കിട്ടിയാൽ, അള്ളാന്റെ കോടതിയിൽ ഒരു മീശത്തൂക്കം ഒരു നന്മ കിട്ടിയാലും അള്ളാനോട് അള്ളാ ഒരു ദേശം കൂടെ എൻ്റെ കയ്യിൽ ഏറെ കിട്ടിയിട്ടുണ്ട്, അള്ളാ എന്നെ പരിഗണിക്കണേന്ന് പറയാ. ഇങ്ങനെയൊക്കെ ഞാൻ ഉപകാരം ചെയ്തെന്ന മോനെ എന്റെ നന്മയെന്ന് ഒന്നെനിക്ക് തരുമെന്ന് ചോദിക്കാനാ അമ്മ വരുന്നത്. സ്വന്തം ഉമ്മയെ കാണുമ്പോൾ ഓടി കളയും. ആരാ ഇത് പറഞ്ഞത്? ജല്ല ജലാലായ പടച്ചവൻ. ആ മൂല്യരാണെങ്കിൽ പറയാ അയാൾ എപ്പിയ. ഈ മൂല്യരാണെങ്കിൽ പറയാ അയാൾ ഇക്കിയ. മറ്റേ പറയാ എപ്പിക്കാരൻ പറയാ അത് ഇക്ക മൂല്യർ പറഞ്ഞതാണ് പോട്ടെ. ഇക്കാര് പറയാ അത് എപ്പി മൂല്യർ പറഞ്ഞതാണ് പോട്ടെ. ദേപ്പി മൂല്യരല്ല, ഇക്ക മൂല്യരല്ല, ജല്ല ജലാലായ പടച്ചവൻ. അതായത് ഒരാൾക്കും വകുപ്പില്ല. അത് നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല. അള്ളിപ്പോ നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ടതല്ലേ. സ്വന്തം ബാപ്പ ഉമ്മയെ കാണുമ്പോൾ ഓടിക്കളയും, ബാപ്പയെ കാണുമ്പോൾ ഓടിക്കളയും. കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ സഹധർമ്മിണിയെ കാണുമ്പോൾ ഓടിക്കളയും. ഉളപ്പേക്കാക്കിയ ദിവസം കാര്യം മനുഷ്യരിന്ന് കാണുമ്പോഴോ ഓടും. അതിന്റെ മകനെന്താ? മക്കളെ ലാസ്റ്റ് ആക്കാൻ കാരണം എന്താണെന്നറിയോ? സ്നേഹം എപ്പോഴും ലാസ്റ്റ് സ്നേഹവും ആർക്കാ കൊടുക്കുക? മക്കൾക്കാ. സ്നേഹം വെള്ളം പോലെയാ, മുകളിൽ നിന്ന് താഴെ കൊഴുകയ്യ. മനസ്സിലായില്ല? സ്നേഹം വെള്ളത്തെ പോലെയാണ്, മുകളിൽ നിന്ന് താഴെ. ആരൊഴിവാക്കിയാലും ആരൊഴിവാക്കൂല? പരിവാക്കിയ ഭാര്യ ഒഴിവാക്കേണ്ട ഒരു കാര്യം ഉണ്ടായി. അപ്പൊ നമ്മളോട് പറയും, ഞാന് 3-4 കുട്ടികളില്ലെങ്കിൽ പണി എനിക്കറിയായിരുന്നു. തിരിച്ച് കുട്ടികളോട് പറയോ, ഇവളില്ലെങ്കിൽ നിങ്ങളെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു? ബുദ്ധിയുള്ളൂ പറയോ? മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞ് പറയടാ കുട്ടികളെ. മനസ്സിലായില്ല? കുട്ടീന്റെ മുഖത്ത് ഇങ്ങനെ പറയോ, ആ നിന്നൊക്കെ ചെയ്യേണ്ട എന്താന്ന് എനിക്കറിയാം, ഇവളുണ്ടായി പോയി എന്നറിയോ? ഇല്ല. ഇവളെ മുഖത്തേക്ക് പറയും, ഏടി ഒരു പെരഞ്ഞ പോലെ തോന്നിനെ ഈ തന്നു, അതുകൊണ്ടാണ്. ഇല്ലൊക്കെ എന്നെ എനിക്കറിയാം പറയില്ലേ? അപ്പൊ ലാസ്റ്റ് സ്നേഹം ആർക്ക് കൊടുക്കും? അതാണ് ഇവിടെ ആയത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് മക്കളെ കൊടുത്ത്. മക്കളെ കാണുമ്പോൾ ഓടും. വേണ്ട, എനിക്കെന്റെ മകളെ കാണണ്ട, എനിക്കെന്റെ മോനെ കാണണ്ട, ഓടും. എല്ലാരും ഓടും. ഓടുന്ന അള്ളയാണടാ പറഞ്ഞത്. പിന്നെ നിന്റെ സോഷ്യലിസ്റ്റ് നേതാവ് എന്ത് പറയേണ്ട ആവശ്യം? അള്ളയല്ലടാ പറഞ്ഞത്. അള്ളയല്ലടാ പടച്ചോനല്ലടാ പറഞ്ഞ്. പടച്ചോന്റെ കിതാബല്ലടാ ഇത്. മുജാഹിദ് അർത്ഥം വെച്ചാൽ ഇതന്നല്ലേ അർത്ഥം? പറയടാ. എന്താണ് രാവിലെ അവിടെ വന്ന് കുന്തം പോലെ ഇരിക്കുന്നത്? പറയ ചങ്ങായിമാരെ, ഈ ആയത്തിൽ മുജാഹിദ് അർത്ഥം വെച്ചാൽ ഇതന്നല്ലേ അർത്ഥം? പരിമനുഷ്യ സുന്നർത്ഥം വെച്ചാൽ ഇതന്നെ മേന. ഇനി പ്രശ്നം എന്താ? അപ്പൊ ഏതാണെങ്കിലും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാതാവിനെയും പിതാവിനെയും കാണുമ്പോൾ ഓടിക്കളയും, മക്കളെ കാണുമ്പോൾ പോലും ഓടിക്കളയും. ഒരു അടുത്തായിട്ടെന്താ? അവനവന്റെ കാര്യം അന്ന് അവനവന് വേണ്ടോളം ഉണ്ടല്ലോ. ആ ദിവസം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആ ദിവസം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഈ ബോധമാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നത്. ഈ ബോധത്തിൽ നിന്നാണ് ഇതിലേക്ക് ചേർത്ത നോക്കിയ ആയത്ത് ഫിറ്റായി. ഈ ദൃഷ്ടാന്തത്തിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു പോവുക, ഒന്ന് അഭിമുഖീകരിച്ച നന്നാവും. തിരിഞ്ഞു പോയാൽ എന്തിനാണ് തിരിഞ്ഞു പോയത്? കേൾക്കണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ ഇതിന് മനസ്സിലായത് എന്താണെന്നറിയോ? ആഖിറത്തിനെ കുറിച്ച് ബോധമുള്ളവർ മാത്രമേ
നന്നാവും. അവന് ഇംഗ്ലീഷ് അറിഞ്ഞാലും വേണ്ടില്ല, അറിഞ്ഞില്ലേലും വേണ്ടില്ല. അത് പ്രശ്നമാക്കി അറബി പഠിച്ചോണമെന്നില്ല. മർ റബ്ബുക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് അറബി അറിയില്ലല്ലോ, മലക്കെന്ന് പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞത് തിരിയും. നിങ്ങൾ ആരും ബേജാറാകണ്ട, ഒരു ബേജാറും ആകേ വേണ്ട. അതൊക്കെ അവനവന് തിരിയുന്ന ഭാഷയിൽ തന്നെ ചോദിക്കും. അവിടെ മുട്ട് കിട്ടേണ്ടവർക്ക് മുട്ട് കിട്ടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത്രേ പ്രശ്നമുള്ളൂ. മർ റബ്ബുക്ക ഒമൻ നബിയുക്ക, അത് അറബിയായി പോയല്ലോ. നമ്മൾ മലയാളികളല്ലേ, ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരാണ്, ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ ചോദിക്കും മുൻകർ നക്കീറെ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മാത്രമാണ് ആ ഭാഷ. ഇതിനപ്പുറത്തേക്ക് എന്തില്ല, ഒക്കെ കണക്കാം. അവിടെ ലാറ്റിൻ ഭാഷ ചോദിച്ചാൽ നിനക്ക് മനസ്സിലാവും, സുറിയാനി ചോദിച്ചാൽ മനസ്സിലാവും, ഇംഗ്ലീഷ് ചോദിച്ചാൽ മനസ്സിലാവും, ഫ്രഞ്ച് ചോദിച്ചാൽ മനസ്സിലാവും. മനസ്സിലാകാത്തത് ഒന്ന് മാത്രമാവും, എന്ത്? ഉത്തരം. പുറത്ത് പറയണ്ട, മനസ്സിലാകാത്തത് ഒന്ന് മാത്ര. എന്ത് പറയടാ, എന്താണ് ഉത്തരം കൊടുക്കാന്ന് മനസ്സിലാവില്ല, ബാക്കിയൊക്കെ തരും, ഒക്കെ തരും. അങ്ങനെയാണ്. ചങ്ങതിക്ക് ഭാഷന്റെ ആവശ്യമില്ല, ഒന്നുമില്ല. മൈസൂരിൽ നിന്ന് കന്നഡ സംസാരിക്കുന്ന ഒരുത്തൻ നമ്മളെ നാട്ടിൽ നിന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു പോയാൽ 9 മാസം കഴിഞ്ഞാൽ ഒരു കുട്ടീനെ കൊണ്ടുവരും. ഇവർ തമ്മിൽ ഭാഷ അറിയില്ലല്ലോ എന്നുള്ള പ്രശ്നമൊന്നും പിന്നെ അവിടെ ഇല്ല. ചില സംഗതിക്ക് ഭാഷന്റെ കണക്കേ ഇല്ല. ഭാഷ അറിയാത്തതുകൊണ്ട് കുട്ടി ഉണ്ടാകാൻ കുറച്ച് നേരം പോയി, അങ്ങനെയില്ല, അങ്ങനെയുമില്ല. അതൊക്കെ അതതിൻ്റെ നായ പോലെ നടക്കും. ചില സംഗതിക്ക് ഭാഷന്റെ ഷർത്തുമില്ല. ഭയങ്കരൊക്കെയാണ് ചോദിക്കും. പ്രശ്നം എന്ത് മാത്രമേ ഉള്ളൂ, എന്താണ് ഉത്തരം? അവിടെ മാത്രം. അള്ളാഹു നല്ല എനിക്ക് ഉത്തരം കൊടുക്കാൻ തൗഫീഖ്. മനുഷ്യ ഇത് ചിന്തിക്കേണ്ടത്. എടാ, ഞാൻ അതെല്ലാവരോടും പറയും. നിങ്ങളൊക്കെ എടാന്ന് പറയാനുള്ള അധികാരം എനിക്കുണ്ട്. എന്തുകൊണ്ട്? നിങ്ങളൊക്കെ കുറെ കാലമായി എൻ്റെ മുന്നിൽ നിന്ന് ചണ്ടി കുത്തി നിരങ്ങി നടക്കണം. അപ്പൊ നിങ്ങളോട് പറയാൻ എനിക്ക് അധികാരമുള്ളതുകൊണ്ട് പറയാണ്. ഞങ്ങളോട് പറയുന്നതറിയും, നിങ്ങൾ പടച്ച തമ്പുരാൻ, അള്ളാന്റെ കോടതി, ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ദുനിയാവ് വളരെ നശ്വരാണ്. ഇതിനപ്പുറത്തേക്ക് ആരും നമ്മളെ സഹായിക്കൂല. ആര് പോലും ബാപ്പ സഹായിക്കൂല, ഉമ്മ സഹായിക്കൂല. സ്വന്തം ഇന്നലെ രാത്രി കെട്ടിപ്പൊടിച്ച് കിടന്ന ഭാര്യ ഭർത്താവും തമ്മിൽ നല്ല വർത്താന പറയാ. എന്ത്? മരണം വരെ ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടാവും. നല്ല വർത്താനല്ലേ അത്? ഇപ്പം പൊട്ടൻ, മനസ്സിലായില്ല? ഇവള് ആദ്യം തന്നെ ജാമ്യം എടുത്ത് മരിച്ചങ്ങളെ നമ്മളെ കാക്കണ്ട. മനസ്സിലായില്ല പറഞ്ഞത്? ഇവനും അങ്ങനെ തന്നെ, മരണം വരെ ഞാൻ നോക്കും. അതിൻ്റെ അപ്പുറം ഇതൊന്നും നടക്കൂല. അവിടെ റേഷൻ കാർഡോ ആധാറോ ഉണ്ടായിട്ട് ഒരു കാര്യമല്ല. എന്ത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആധാർ ഉണ്ടായിട്ടും ആധാർ പുതുക്കിയിട്ടും ഒരു കാര്യമല്ല. അക്ഷയ സെന്ററിൽ പേര് ബുക്ക് ചെയ്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കാര്യമല്ല. അവിടെ കാര്യം അമ്മാമൻ സഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വഅമ്മാമൻ ഖഫ്ഫത മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ആരുടെ തുലാസാണ് നന്മ കൊണ്ട് തൂങ്ങിയത് ഓൻ രക്ഷപ്പെടും. ആരുടെ തുലാസാണ് നന്മ കമ്മിയായത് ഓൻ അള്ളാഹുവിന്റെ ജഹന്നം എന്ന നരകത്തിലേക്ക് വീഴും. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് ക്ലാസ്. ഇതിനാണ് ഈ ക്ലാസ് നടത്തുന്നത്. ഏത് സൂറത്ത് ഓതിയാലും തിരിഞ്ഞു മറിഞ്ഞ് തന്നെ പറയാം. അത് പറയാനാണ് ക്ലാസ്. അത് തന്നെ അതേ ഈ ക്ലാസ്സിൽ പറയേണ്ടതുള്ളൂ. അല്ലാതെ എന്ത് പറയാനാണ്? നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മളെ നരകത്തിനെ സൂക്ഷിക്കൽ മാത്രമാണ്, നമ്മളെ ഖബർ ജീവിതം നന്നാക്കൽ മാത്രമാണ്. അല്ലാതെ എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാ